നമസ്കാരം. ക്ലബ് ഹൗസ് മീഡിയ റൂമിലെ പുസ്തകലോകം പരിപാടിയുടെ 12ാം അധ്യായമാണ്. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ പുസ്തകലോകം പരമ്പരയുടെ 12ാം അധ്യായത്തിൽ കാട്ടൂർ കടവ് എന്ന രാഷ്ട്രീയ നോവലാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അശോകൻ ചെരുവിൽ എഴുതിയ മലയാളത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ നോവലുകളുടെ ശ്രേണിയിൽപ്പെട്ട ഒന്നാണ് കാട്ടൂർ കടവ്. സത്യാനന്തര കാല ലോകത്തെ ഏറ്റവും സൂക്ഷ്മമായും സമഗ്രമായും അവതരിപ്പിക്കുന്ന ഒരു കൃതിയാണിത്. മഹാപ്രളയത്തിൽ തകർന്ന ഒരു ഗ്രാമത്തെ പശ്ചാത്തലമാക്കിയിട്ടുള്ള ജീവിതാപഗ്രഥനവും നവോത്ഥാനവും ദേശീയ പ്രസ്ഥാനവും പശ്ചാത്തലമാക്കിയിട്ടുള്ള കൃതി. ഈ നോവലിനെ ഇവിടെ പരിചയപ്പെടുത്തി അവതരിപ്പിക്കുന്നത് ശ്രീമതി ജിഷ ചാലിലാണ്. ജിഷ സി ചാലിൽ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ജിഷയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗ്രന്ഥകർത്താവ് ശ്രീ അശോകൻ ചെരുവിൽ ഇത് കേൾക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൈക്ക് മ്യൂട്ടാണ്. അദ്ദേഹം ഇന്ന് ജിഷ സി ചാലിൽ ഇതിന്റെ നോവലിന്റെ അവതരണം നിർവഹിച്ചതിന് ശേഷം സംസാരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ പരിപാടികളുടെ ചീഫ് മോഡറേറ്റർ ശ്രീ ഡി പ്രദീപ് കുമാർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു യാത്രയിലാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ മൈക്ക് തുറന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും നോവൽ അവതരിപ്പിക്കുന്ന ശ്രീമതി ജിഷ സി ചാലിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഇന്ന് ഈ പരിപാടി ശ്രവിക്കാനായിട്ട് വിപിൻ ബാബു അതുപോലെ ശ്രീ അനിൽ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ജിഷ സി ചാലിൽ അധ്യാപികയാണ്, കൂടാതെ അവർ ഒരു സാംസ്കാരിക പ്രവർത്തകയുമാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിസ്ട്രിയിൽ ബിരുദവും മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്കൽ സയൻസിൽ BEdും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ നിന്ന് മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. പൂക്കാസ കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി, സ്റ്റേറ്റ് കൗൺസിൽ അംഗം, വനിതാ സാഹിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, വിദ്യാരംഗം തളിപ്പറമ്പ് നോർത്ത് സബ് ജില്ലാ കൺവീനറും കണ്ണൂർ ജില്ലാ ജോയിന്റ് കൺവീനറുമാണ്. അധ്യാപക കൂട്ടായ്മ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ കവിത എഴുതിയിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ എഴുതാറുണ്ട് ജിഷ. 3 പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതിയിട്ടുണ്ട്. എന്റെ കേരളം എന്ന മ്യൂസിക് ആൽബത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. ഇത് കോഴിക്കോട് ദൂരദർശനിൽ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. ജിഷ സി ചാലിന് ഇന്ന് ഈ പരമ്പരയിൽ ചർച്ച ചെയ്യപ്പെടുന്ന നോവൽ കാട്ടൂർ കടവ്, അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന രാഷ്ട്രീയ നോവലിനെ പരിചയപ്പെടുത്താനും അവതരിപ്പിക്കാനുമായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജിഷ സംസാരിച്ചതിന് ശേഷം ഇതിന്റെ രചയിതാവ് ശ്രീ അശോകൻ ചെരുവിൽ നമ്മളോട് സംസാരിക്കും. ജിഷയുടെ മൈക്ക് മ്യൂട്ടാണ്. ഹലോ. ഹലോ. കേൾക്കാലോ? കേൾക്കാം. ഓക്കെ. ഈ പരിപാടിയുടെ കോർഡിനേറ്റർ ഹേമ മാം, അതുപോലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ അശോകൻ ചെരുവിൽ, ക്ലബ് ഹൗസ് മെമ്പേഴ്സ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാട്ടൂർ കടവ് എന്നത് ഒരു രാഷ്ട്രീയ നോവലാണ്. അതേസമയത്ത് ഞാൻ ആദ്യ വായനയിൽ കാട്ടൂർ കടവ് എന്ന ഈ ഒരു നോവലിനെ പരിപൂർണമായും ഒരു രാഷ്ട്രീയ നോവൽ എന്ന രീതിയിലാണ് നോക്കിക്കണ്ടത്. പക്ഷെ തുടർന്നുള്ള വായനയിൽ അതിൻ്റെ ദളിത് പക്ഷവും സ്ത്രീപക്ഷ രാഷ്ട്രീയവും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു നോവൽ വായനയിൽ ഞാൻ എത്തിച്ചേർന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത് കാട്ടൂർ കടവ് എന്ന
നോവല് അശോക് സാറിന്റെ പഴയ ചെറുകഥകളിലെ അല്ലെങ്കിൽ കഥകളിലുള്ള പ്രമേയം വിപുലീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായി എഴുതിയിട്ടുള്ള ഒരു നോവലാണ് കാട്ടൂർ കടവ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ നോവലാണ് എന്ന്, അല്ലെ പരിപൂർണമായും ഒരു രാഷ്ട്രീയ നോവലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. എഴുത്തുകാരനെ പരിചയപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയുന്നതാണ്. 1957 തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിൽ ആണ് അദ്ദേഹം ജനിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈമറി സ്കൂൾ അധ്യാപകനായിട്ടായിരുന്നു അദ്ദേഹം ജോലി ആരംഭിച്ചത്. പിന്നീട് രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നാണ് വിരമിക്കുന്നത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിന് ഈ നോവലിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ജീവിതം ഇവിടെ പരിചയപ്പെടുത്തുന്നത്. 2024 വയലാർ അവാർഡ് നേടിയിട്ടുള്ള കാട്ടൂർ കടവ് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് രചിക്കപ്പെട്ട വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ്. മനുഷ്യ ജീവിതങ്ങളെ പച്ചയായി ആവിഷ്കരിക്കുക എന്ന തന്ത്രം അദ്ദേഹം തന്റെ എല്ലാ കഥകളിലും പ്രയോഗിക്കുന്ന ഒരാളാണ്. മനുഷ്യനെ നിരാകരിക്കാൻ പഠിപ്പിക്കുന്ന ലോക സാമ്പത്തിക ക്രമത്തിന് മുന്നിൽ മനുഷ്യ ജീവിതം ആവിഷ്കരിക്കുക എന്നതും ഒരു സമരമാർഗമാണ്. അനുഭവങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് ഭാഷയെ നിർമ്മിക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കറപ്പൻ എന്ന് പറയുന്ന ഒരു നോവല് ഇതിനു മുന്നേ, കാട്ടൂർ കടവിന് മുന്നേ ഉള്ളതാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കഥകളിലെ പ്രമേയം സാധാരണ നോവലുകളിൽ ഈ കാട്ടൂർ കടവിനെ അപേക്ഷിച്ച് മറ്റ് കഥകളിലുള്ള പ്രമേയവും ഇത് തന്നെയാണ്. അന്യന്റെ വാക്കുകൾ സംഗീതമാകുന്ന കാലത്തിനായി കാതോർത്തവരും വ്യവസ്ഥിതിയുമായി ഒത്തുതീർപ്പിലെത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരുമായ തലമുറയെ സാക്ഷ്യപ്പെടുത്തുന്ന കടൽക്കരയിലെ വീട് പോലെയുള്ള ഒരുപാട് കഥകൾ നമുക്ക്, സൂര്യകാന്തികളുടെ നഗരം പോലെയുള്ള, അതേപോലെ കാട്ടൂർ കടവിലെ ക്രൂരകൃത്യം പോലെ ദേശത്തെ അടയാളപ്പെടുത്തുന്ന കഥകള്, എങ്ങനെയാണ് ഒരു ഗ്രാമം മനുഷ്യന്റെ ശരീരവും മനസ്സുമായി മാറുന്നത് എന്നൊക്കെ കാണിച്ചു തരുന്ന കാട്ടൂർ കടവിലെ ക്രൂരകൃത്യം എന്ന് പറയുന്ന കഥയൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. അതുപോലെ തന്നെ ആ കഥകളിലുള്ളതുപോലെ ജീവിതത്തിന്റെ നോവലുകളിലാവുമ്പോൾ ഈ എല്ലാ പ്രമേയവും കൂടി നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് പറയുന്ന വലിയൊരു സ്വാതന്ത്ര്യം ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാട്ടൂർ കടവിലെ ദളിത് സ്വത്വത്തിൽ നിന്ന് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാട്ടൂർ കടവ് കേരളത്തിന്റെ ചരിത്രവും വർത്തമാനവും പറയുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ദളിത് വീക്ഷണകോണിൽ നോക്കിക്കാണുന്നത് നന്നായിരിക്കും എന്ന് തോന്നുകയാണ്. കെ എന്ന എഴുത്തുകാരനിലൂടെയും ഡി കാട്ടൂർ കടവ് എന്ന ദിമിത്രിയിലൂടെയുമാണ് കഥ സഞ്ചരിക്കുന്നത്. പി കെ മീനാക്ഷി എന്ന കമ്മ്യൂണിസ്റ്റുകാരിയുടെയും ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെയും മകനായി ജനിക്കുന്ന ദിമിത്രി എങ്ങനെയാണ് കൈക്കൂലി കേസിൽ ജയിലിലായി പോകുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ലളിതമായി പറഞ്ഞാൽ കാട്ടൂർ കടവ് എന്ന നോവൽ. അതിന് കേരളത്തിന്റെ ഇന്നും ഇന്നലെയും ഉത്തരമായി വരുന്നു എന്നുള്ളതാണ്. ജാതീയമായ ഒരു വിവേചനത്തിന്റെ ചൂരാണ് കാട്ടൂർ കടവിന്റെ ദലിത് ബോധം. ജാതി വ്യവസ്ഥയുടെ ഇരകളായി ഇന്നും ജീവിക്കേണ്ടി വരുന്ന മനുഷ്യന്റെ മനോവേദനയുടെ കഥയാണ് യഥാർത്ഥത്തിൽ കാട്ടൂർ കടവ് പറയുന്നത്. ചരിത്രത്തിൽ ഇടം കിട്ടാതെ ചരിത്രത്തോടൊപ്പം കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീ ജന്മങ്ങളെ കൂടി കാട്ടൂർ കടവ് അടയാളപ്പെടുത്തുന്നു. 2018 പ്രളയവും അതിൽ നശിച്ചു പോകുന്ന ഒരു ഗ്രാമത്തിന്റെ ചിത്രവുമാണ് ആദ്യം നോവലിൽ വരുന്നത്. അവിടെ നിന്നും ചരിത്രത്തിലേക്കും പിന്നീട് വർത്തമാനത്തിലേക്കും സഞ്ചരിക്കുന്ന കാട്ടൂർ കടവ് ആധുനികതയുടെയും ഉത്തരാധുനികതയുടെയും സ്വഭാവം പേറുന്നു. ഒറ്റയ്ക്കായി പോകുന്ന മനുഷ്യരെയും സൈബർ ഇടങ്ങളെയും സൂചിപ്പിക്കുന്ന നോവൽ ഉത്തരാധുനികതയിലും എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിലെ ജാതീയ ദലിതംശങ്ങളിൽ ഒന്നാമത്തേത് ജാതീയത. നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ദിമിത്രിയെ രൂപപ്പെടുത്തിയെടുക്കുന്നത് തന്നെ ജാതി വ്യവസ്ഥയാണ്. കമ്മ്യൂണിസ്റ്റുകാരായ അച്ഛനും അമ്മയുമായിട്ടും ദിമിത്രി ജാതി എന്ന നീരാളിയിൽ നിന്നും മോചിതനല്ല. വേലൻ സമുദായത്തിൽപ്പെട്ട പി കെ മീനാക്ഷിയുടെ ജാതിയാണ് ദിമിത്രിയുടെ അടയാളമായി സമൂഹം തെരഞ്ഞെടുക്കുന്നത്. ബാല്യകൗമാരങ്ങളിൽ അവൻ വിലയിരുത്തപ്പെടുന്നതും അവന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ജാതിയുടെയും കറുത്ത നിറത്തിന്റെയും പേരിലാണ്. ജീവിതത്തിലുടനീളം ഈ വിവേചനം അവനെ പിന്തുടരുന്നു. നന്ദുണി എന്ന വിളിപ്പേര് അവന് നൽകുന്നത് അധ്യാപകനായ ചാക്കോരു മാഷാണ്. ആ വിളിപ്പേര് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും അവനെ വിളിച്ച് കളിയാക്കാൻ ഉപയോഗിക്കുകയാണ്.
ത്രേസ്യാമ്മ ടീച്ചറും ആ വിളിയെ എതിർത്തില്ല. മറ്റു കുട്ടികൾ അവനെ അങ്ങനെ വിളിക്കുന്നതിനെ എതിർത്തതുമില്ല. കാലങ്ങൾക്കിപ്പുറം ഉത്തരേന്ത്യയിലെ താണജാതിക്കാരനായ കുഞ്ഞിന്റെ ചെകിട്ടത്തടിപ്പിച്ച അധ്യാപകർ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന വേദനിപ്പിക്കുന്ന സത്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. കാലത്തിന് മുന്നേയും പിന്നെയും ഈ ജാതീയമായ അടയാളങ്ങൾ നമ്മുടെ വിദ്യാലയ സമൂഹങ്ങളിൽ വരെ അവശേഷിക്കുന്നു എന്നുള്ളതിന്റെ സത്യം ഈ ഒരു നോവൽ നമ്മളെ ഓർമ്മപ്പെടുത്താണ്. പഠനകാലത്തും ജോലി കിട്ടിയപ്പോഴും ഒക്കെ ദിമിത്രി എന്ന ഈ കഥാപാത്രം അവഗണനയ്ക്ക് വിധേയമാവുന്നുണ്ട്. വേലക്കുടീന്ന് ഇറങ്ങിയൊരുക്ക് വേർപ്പ് മാത്രല്ല കണ്ണീരും വിധിച്ചിട്ടുണ്ട് എന്ന കണ്ടംകുട്ടി ആശാന്റെ വാക്കുകൾ വറ്റിപ്പോവാത്ത ജാതി ചിന്തയുടെ ബാക്കിപത്രാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പേര് നടക്കുന്നവരുടെ ഉള്ളിൽ പോലും ജാതിയുടെ വിഷവിത്തുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ജാതിയിൽ മീനാക്ഷിയുടെ ജാതിയേക്കാൾ കുറച്ചു മുകളിലായിരുന്നിട്ട് പോലും വിവാഹം എന്ന ചടങ്ങിനെ അംഗീകരിക്കാൻ ചന്ദ്രശേഖരനും കണാരൻ മാഷക്കും സാധിക്കാതെ പോയത്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ കറുപ്പയ്യ സ്വാമിയുടെ കുടുംബത്തിലുള്ളവർക്ക് പോലും മീനാക്ഷിയെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. പള്ളിയിലച്ഛനോട് കരുണമാഷ് പറയുന്ന കാര്യമുണ്ട്, അതൊരു ഗുരുവചനാണ്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗഹായഥ ന ബ്രാഹ്മണാതിര സൈവ്യം ഹാ തത്വം വേത്തി കോപിന. മാസത്തിൽ ഗുരുപൂജ നടത്തുന്ന വീട്ടിൽ നിന്നാണ് മീനാക്ഷിക്ക് ജാതിയുടെ പേരിൽ ഇറങ്ങി വരേണ്ടി വന്നതും ദിമിത്രിക്ക് അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നത് എന്നതും വൈരുദ്ധ്യമായി നോവലിൽ നിലനിൽക്കുകയാണ്. അതൊരു സത്യാവസ്ഥയാണ് എന്നുള്ളതാണ് എഴുത്തുകാരൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതേപോലെ ജാതി വ്യവസ്ഥയുടെ മറ്റൊരു ഇരയായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രമാണ് മോനമ്മ ജോൺ. ജാതിയുടെ തേർവാഴ്ചയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ബ്യൂറോക്രസിയുടെ മുകളിൽ താഴ്ന്ന ജാതിയിലുള്ള ആരെങ്കിലും എത്തുന്നത് സഹിക്കാൻ നമ്മുടെ സമൂഹം ഇന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. സംവരണത്തിന്റെ ഭാഗമായ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലൂടെ ഉദ്യോഗത്തിൽ വന്നവരോടുള്ള സ്വാഭാവിക അമർഷത്തിന് അവരും വിധേയരാവുകയാണ്. ചന്ദ്രശേഖരൻ കമ്മ്യൂണിസ്റ്റ് ആയിട്ടും മീനാക്ഷിയെ ഗർഭിണിയാക്കിയിട്ടും വിവാഹം എന്ന ആചാരത്തിൽ എത്തുമ്പോഴേക്കും ജാതിയുടെ വേരുകൾ അവിടെ പിടിമുറുക്കുകയാണ്. സ്വന്തം കുഞ്ഞിനെ മരണത്തിന് തൊട്ടു മുൻപ് വരെ അംഗീകരിക്കാൻ അയാൾ തയ്യാറാവുന്നില്ല. അതിന്റെ ഒരേ ഒരു കാരണം ഈ ജാതി പ്രശ്നമാണ് എന്നുള്ളതാണ്. അയാളുടെ വീട്ടിൽ ജീവിക്കുമ്പോഴും അന്യനായി മാത്രമാണ് അയാൾ അവനെ പരിഗണിക്കുന്നത്. ജാതിയുടെ നിരർത്ഥകത മലയാളിയോട് വിളിച്ചു പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ പിന്മുറക്കാരാണ് ഇത്തരം നികൃഷ്ട ചിന്തകളിലേക്ക് കടന്നുപോയത് എന്നാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കെ എന്ന എഴുത്തുകാരനും കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ രാജൻ മാഷയുടെ മകൻ കൂടിയാണ് അയാൾ. ന്യായീകരണ തൊഴിലാളി എന്നുള്ളത് കൊട്ടേഷനിലാണ് കേട്ടോ. ന്യായീകരണ തൊഴിലാളിയായി അയാൾ ജീവിക്കുമ്പോഴും അധകൃതനെ വില കുറച്ച് കാണാൻ അയാളെ പഠിപ്പിച്ചത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ അയാൾ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: കർമ്മം കൊണ്ടല്ല ജന്മം കൊണ്ട് തന്നെയാണ് ഒരാളുടെ മഹത്വവും കളങ്കവും നിശ്ചയിക്കപ്പെടുന്നതെന്ന് ബ്രാഹ്മണ മതം ഉദ്ഘോഷിക്കുന്നു. ഗീതയിൽ തന്നെ അതിന് ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. ഒരാൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, തൊഴിലടക്കം നിശ്ചയിക്കുന്നത് അയാളുടെ ജന്മമാണെന്ന് ഗീത സ്ഥാപിക്കുന്നു. പൂർവജന്മത്തിലെ സ്വധർമ്മ ലംഘനം കൊണ്ടാണ് ഒരാൾ ചണ്ടാലനായി ജനിക്കുന്നത്. നീചയോനി എന്നാണ് ക്രൂരമായ പ്രയോഗം. നീചയോനിയിൽ ജനിച്ച പാപാത്മാക്കൾ കുളിച്ചൊരുങ്ങി ആത്മീയ പ്രഭാഷണം കേൾക്കാൻ രാഷ്ട്രീയ ഹിന്ദുത്വവാദികളുടെ മുന്നിൽ വാപൊളിച്ചിരിക്കുന്നത് കാണുമ്പോൾ വലിയ മട്ടിൽ അപമാനം തോന്നുന്നു. കാട്ടൂർക്കടവിൽ പറഞ്ഞിട്ടുള്ള ഒരു വരി ഞാൻ വായിച്ചതാണ്. ബ്രാഹ്മണ്യത്തെ എതിർത്ത് സംസാരിക്കുന്നു എന്ന് തോന്നിച്ചുകൊണ്ട് ജാതീയതയെ ന്യായീകരിക്കുകയാണ് ഇവിടെ കെ എന്ന് പറയുന്ന എഴുത്തുകാരൻ. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പലരുടെയും പ്രവൃത്തികളിൽ നമുക്ക് ഇതിന്നും കാണാമെന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന ഒരു സത്യം. ജാതി വ്യവസ്ഥ അവസാനിച്ചു എന്ന് അഹങ്കരിക്കുമ്പോഴും പരോക്ഷമായി ജാതീയത എല്ലായിടത്തും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അടുത്ത തലമുറയിലേക്കെങ്കിലും പകരാതെ തടയേണ്ട അധ്യാപകർ പോലും അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം അവരറിഞ്ഞോ അറിയാതെയോ അവരിൽ നിന്നുണ്ടാവുകയും ചെയ്യുന്നു. നൂറ്റാണ്ടുകളോളം അടിമത്തത്തിൽ കഴിഞ്ഞ ജനതയെ മാനസികമായും സാംസ്കാരികമായും ഇന്നും അടിമത്തത്തിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതേപോലെ മതത്തിലെ ദലിതംശം ഉണ്ട്. ചാതുർവർണ്ണയത്തിൽ നിലനിന്നിരുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് ഏറ്റവും ക്രൂരമായ അപമാനങ്ങള് അവർക്ക് സഹിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിൽ ദലിതവൽക്കരണം നടത്തുന്ന സമൂഹമാണ് നമ്മുടേത്. മതത്തിന്റെ പേരിലും ഈ പാർശ്വവൽക്കരണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നോവല് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ സൂചനയാണ് മെഹമൂദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെ അശോകൻ ചെരുവിൽ വരച്ചു കാണിക്കുന്നത്.
ഇംഗ്ലീഷിൽ ആത്മോപദേശ ശതകം വ്യാഖ്യാനിക്കാൻ എഡിൻബറോയിലെ ശ്രീനാരായണ ഫൗണ്ടേഷൻ വിളിച്ച് അവിടെ മെഹമ്മൂദ് എത്തുന്നു. സാധാരണ സന്യാസ വേഷത്തിൽ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്കിടയിലേക്ക് പാൻസും ഷർട്ടും ഇട്ടുകൊണ്ടാണ് മെഹമ്മൂദ് കടന്നു ചെല്ലുന്നത്. പ്രഭാഷണം കഴിഞ്ഞ് വിനയരാജൻ എന്ന അധ്യാപകന്റെ വീട്ടിൽ മെഹമ്മൂദ് വിശ്രമിക്കുമ്പോൾ മലയാളിയായ ഒരു അതിഥി വരുന്നു. വീട്ടുകാരൻ മെഹമ്മൂദ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ അയാളുടെ മുഖം വിവർണമാവും. താങ്കൾ മുസ്ലിം ആണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. മൗനം തനിക്ക് അനുകൂലമായി എടുത്തുകൊണ്ട് അയാൾ പറയുന്നത് ഇങ്ങനെയാണ്. ആ അതിഥിയായി വന്ന മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി മാറിയ ഒരു മഹാത്മാവിനെ ആദ്യമായാണ് കാണുന്നത്. അങ്ങാണ് ശരിയായ മാർഗദർശി. സത്യം പറയട്ടെ, എനിക്ക് മുസ്ലിങ്ങളെ ഭയമാണ്. ഭയം എന്ന് വെച്ച വെറുപ്പ് തന്നെ, അല്ലെങ്കിൽ അറപ്പ്. അവർ സ്വന്തം മതത്തിന് വേണ്ടി എന്ത് അതിക്രമവും ചെയ്യും, സ്വന്തം മക്കളെ ബലി കൊടുക്കും. ഇത് പേജ് നമ്പർ 96 അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. സമൂഹം കുറച്ചു നാളുകളായിട്ട് ഇത്തരത്തിലുള്ള ചിന്തകൾ ഉൽപ്പാദിപ്പിച്ചിറക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സഹപാഠികളായിരിക്കുന്നവർ പോലും തന്നെ തൊടുമ്പോ തനിക്ക് അസ്വസ്ഥത തോന്നാറുണ്ട് എന്ന് അയാൾ പറയുമ്പോ സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് നോവലില് അദ്ദേഹം വരച്ചു കാണിക്കുന്നത്. പണ്ട് നാട്ടിൽ കൂലിപ്പണിയെടുത്ത മനുഷ്യരൊക്കെ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കിയതിനെ ചൊല്ലി അയാൾ ആശങ്കപ്പെടുന്നു. അവരുടെ മതപരമായ ചടങ്ങുകൾ കണ്ടു നിൽക്കാൻ അയാൾക്കാവുന്നില്ല. മെഹമ്മൂദ് എന്ന പേര് കൂടി മാറ്റണമെന്ന് അയാളുടെ നിർദ്ദേശം കേട്ടുകഴിഞ്ഞ് അയാൾ അഭിപ്രായപ്പെടുകയാണ്. മെഹമ്മൂദ് അതിന് പ്രതികാരമായി ചെയ്യുന്നത് കുറെ നാളുകൾക്ക് ശേഷം അന്ന് ഈ അതിഥിയുടെ ഈ ചർച്ചകൾക്ക് ശേഷം നിസ്കരിക്കുന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഒരു പ്രതിരോധമാണ്. സ്വന്തം വിശ്വാസത്തിനെ മറ്റൊരാൾ ചോദ്യം ചെയ്യുമ്പോഴുള്ള ഒരു മനുഷ്യന്റെ പ്രതിരോധത്തിന്റെ രൂപമായി മെഹമ്മൂദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം മാറുകയാണ്. പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ എങ്ങനെയാണ് മനുഷ്യനിൽ ഉടലെടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു കൃത്യമായ അടയാളപ്പെടുത്തലാണ് എഴുത്തുകാരൻ ഈ മെഹമ്മൂദ് എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതേപോലെ ഹെർബർട്ട് സ്പെൻസർ ഫാം, അങ്ങനെ ഒരു ഫാം നടത്തുന്ന തെനാതിരി അച്ഛൻ സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിനെതിരായിരുന്നു. പള്ളിവക സ്വത്തുക്കൾ പാവങ്ങൾക്ക് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞതിന് സഭ അദ്ദേഹത്തെ പുറത്താക്കാണ്. മതം എന്നും ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ അനീതിയാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് എഴുത്തുകാരൻ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. മതം കൈകാര്യം ചെയ്യുന്നത് എല്ലാ കാലത്തും സമൂഹത്തിലെ സമ്പന്ന വർഗ്ഗമാണ് എന്നുള്ളതാണ് അതിന്റെ കാരണം. യഥാർത്ഥത്തിൽ മതം എന്താണോ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ സത്തിലേക്ക് നീങ്ങാൻ വേണ്ടി ഇത്തരത്തിലുള്ള മനുഷ്യർ നമ്മളെ സഹായിക്കുന്നില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഒരു നോവലിൽ, കാരണം അവർക്ക് ഭരിക്കാൻ എല്ലാ കാലത്തും ഒരു ജനവിഭാഗം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഒരു കഥാപാത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പൊ കാണുന്നീൽ ഒരക്ഷരവും എന്റെ വംശത്തെ പറ്റി എന്ന് പരിഭവിച്ച പൊയ്കയിൽ അപ്പച്ചന്റെ പിൻഗാമിയായാണ് മോനമ്മ ജോൺ. മതം മാറിയിട്ടും അധകൃത വർഗം എന്ന പേര് അവരുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നേയില്ല. സംവരണത്തിന്റെ ആനുകൂല്യം പറ്റി ജീവിക്കുന്നവർ എന്ന അപമാന ഭാരം കൂടി അവർക്ക് പലപ്പോഴും ചുമക്കേണ്ടി വരുന്നു. സ്വന്തമായി വ്യക്തിത്വവും ആദർശങ്ങളും കൊണ്ട് നടക്കുമ്പോഴും അവർ അപമാനിതയാവുകയാണ്. എല്ലാ മതങ്ങളും അടിമകളെ കൂടി സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ട് മാത്രമല്ല അത്, തങ്ങൾ മറ്റുള്ളവരുടെ ആജ്ഞാനുവർത്തികളായി ജീവിക്കേണ്ടവരാണെന്ന ധാരണ അത് വളർത്തിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ വേഷത്തിലുള്ള ദലിതവൽക്കരണത്തെ കുറിച്ച് സംസാരിക്കാൻ നോവലിൽ സൂചിപ്പിക്കുന്നത്, ഒരു കാലത്ത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ താഴ്ന്ന ജാതിക്കാരന് അവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നവോത്ഥാനം വളർത്തിയ ഒരു കേരളം ഈ കാഴ്ചപ്പാട് മാറ്റിയെടുത്ത്. പക്ഷെ ജാതീയത മാറിയപ്പോഴും സവർണൻ ഉപയോഗിച്ചതൊക്കെയും മികച്ചതാവുകയും അല്ലാത്തതൊക്കെയും മോശമാവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ സൂചനകളാണ് നോവലുകൾ നമുക്ക് തരുന്നത്. പാന്റും ഷർട്ടും ഇട്ടിട്ട് പ്രഭാഷണം നടത്താൻ വരുന്ന മെഹമ്മൂദിനെ അമ്പരപ്പോടെ നോക്കുന്ന ഭക്തജനങ്ങൾ അതിന് ഉദാഹരണമാണ്. ഭക്തജനങ്ങൾ ഞാൻ കൊട്ടേഷനിലാണ് പറയുന്നത്. വീട്ടിലെത്തുന്ന അതിഥിയും അദ്ദേഹത്തോട് പറയുന്നത് പേരും വേഷവും മാറ്റാനാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ വേഷത്തില് ചില വേഷങ്ങൾ വളരെ മികച്ചതാവുകയും ചില വേഷങ്ങൾ വളരെ മോശമാണ് എന്നുള്ള ഒരു ധാരണ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഗുരുവിന്റെ പിൻഗാമിയായ അദ്ദേഹത്തോട് കാഷായ വസ്ത്രം ധരിക്കാൻ അയാൾ ഉപദേശിക്കുന്നു. ഏതിനെയാണോ ഗുരു ഇല്ലാതാക്കാൻ നോക്കിയത് അതെല്ലാം തിരിച്ചു വരുന്നു എന്ന കാര്യം ഭയപ്പെടേണ്ടതാണ്. ഗുരുവിന്റെ സിലോൺ സന്ദർശനം സൂചിപ്പിക്കുന്നതും അക്കാര്യാണ്. വെള്ളവസ്ത്രം മാറി കാവ്യ ഉടുക്കാൻ അദ്ദേഹം നിർബന്ധിതനാകുന്നു എന്നുള്ളത്. കാവി, രുദ്രാക്ഷം, കമണ്ടലു എന്നീ കാര്യങ്ങൾ ഒരാളെ സന്യാസിയാക്കുന്നതിൽ പ്രധാനമാണ്. ഭഗവത്ഗീത കയ്യിലുണ്ടാവണം. പുഷ്പങ്ങൾ പൂജിക്കാനും മണിയടിക്കാനുമുള്ള വശമുണ്ടാവണം. ഇത് നോവലിൽ പറയുന്ന ഒരു കാര്യമാണ്. ഈ ധാരണ യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യം ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ളതാണ്. വേഷത്തില് യഥാർത്ഥത്തില് ദലിതവൽക്കരണം നടന്നിട്ടുണ്ട് എന്നുള്ള സംഭവം. ഇനി ഈ
അസമത്വം അല്ലെങ്കിൽ സ്ത്രീപക്ഷം എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ ദളിത് രാഷ്ട്രീയത്തിൽ കൂടി കൂട്ടിച്ചേർക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതില് ലിംഗ അസമത്വത്തില് എല്ലാ കാലത്തും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. കാട്ടൂർ കടവ് ഇതിൽ നിന്ന് ഭിന്നല്ല. പി കെ മീനാക്ഷി എന്ന നായിക കഥാപാത്രം ജാതീയമായ വേർതിരിവിന്റെ മാത്രം ഇരയല്ല, അവിടെ ലിംഗ അസമത്വം കൂടി കടന്നു വരുന്നുണ്ട്. ആണുങ്ങൾ ചളി കണ്ടാ ചവിട്ടും എന്ന പക്ഷക്കാരനാണ് കണാരൻ മാഷ്. തന്റെ മകൻ കൂടി ഉത്തരവാദിയായ ഒരു കർമ്മത്തിന് പെണ്ണിനെ മാത്രം കുറ്റപ്പെടുത്താൻ കണാരൻ മാഷെ പ്രേരിപ്പിക്കുന്നതും ഈ ഒരു പാർശ്വവൽക്കരണമാണ് എന്നുള്ളതാണ് നോവൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പുല്ലാനിക്കാട്ടെ വല്യമ്മ സ്വന്തമായ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത വ്യക്തിയാണ്. ഭർത്താവും മകനും പുരോഗമന ആശയങ്ങളുടെ വക്താക്കളായി നടക്കുന്ന ഒരു സ്ത്രീയുടെ ദുരവസ്ഥയാണ് ഇതെങ്കിലും മറ്റു സ്ത്രീകളുടെ കഥ എന്തായിരിക്കും നമുക്ക് പറയേണ്ടതില്ലല്ലോ. വെർജീനിയ വുൾഫ് സ്വന്തമായ ഒരു മുറിയില്ലാത്ത സ്ത്രീകളുടെ വ്യഥകൾ പറഞ്ഞിട്ടുണ്ട്. അവകാശപ്പെടാൻ സ്വന്തമായി വീട് പോലും ഇല്ലാത്തവരാണ് കേരളത്തിലെ സ്ത്രീകളെന്ന് അവരുടെ ജീവിതം പറയുന്നു. ജീവിതത്തിൽ സ്വന്തമായി ഒരു തീരുമാനമെങ്കിലും എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇതിലെ പുല്ലാനിക്കാട്ടെ വല്യമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഒരേ സമയം സമൂഹത്തിന്റെ ചൂഷണത്തിന് വിധേയരാകുന്നു, എന്നാൽ അതിൽ നിന്ന് ശക്തിയോടെ തിരിച്ചു വരികയും ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് കാട്ടൂർ കടവിലുള്ളത്. സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികപരമായും ഭൗതികപരമായും സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ നോവൽ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ചൂഷണവും പ്രതിരോധവും അതില് അതേപോലെ സ്വത്വാവിഷ്കാരം, സ്ത്രീകളുടെ സ്വത്വാവിഷ്കാരം, അനീതിക്കെതിരെയുള്ള പടയോട്ടം, വിദ്യാഭ്യാസത്തിലും തൊഴിലിലൂടെയുള്ള പ്രതിരോധം, കൃത്യമായ തീരുമാനങ്ങൾ, ഇതൊക്കെ ഒരു സ്ത്രീയില് രൂപപ്പെട്ടു വരുന്ന അതിന്റെ ചരിത്രം കൂടി ഈ കാട്ടൂർ കടവ് എന്ന് പറയുന്ന സംഭവം. അതില് സ്ത്രീപക്ഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടെ ചൂഷണവും പ്രതിരോധവും സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ തൊഴിലിടങ്ങളിലും കുടുംബങ്ങളിലും എന്ന് വേണ്ട എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങളിൽ ലൈംഗിക ചൂഷണവും ഉണ്ട്, അതേസമയത്ത് കായിക ചൂഷണവും ഉണ്ട്. ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്ന വിഭാഗമാണ് എല്ലാ കാലത്തും സ്ത്രീ സമൂഹം. എന്നാൽ ചൂഷണം ചെയ്യപ്പെട്ട വ്യക്തി തന്നെ കുറ്റവാളിയാകുന്ന അവസ്ഥയാണ് ഇന്ന് ലോകത്താകമാനം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. സ്ത്രീയുടെ വസ്ത്രധാരണം, അവരുടെ സ്വഭാവം, പെരുമാറ്റം തുടങ്ങിയവയുടെ പ്രശ്നങ്ങളാണ് അവൾ ആക്രമിക്കപ്പെടാൻ കാരണം എന്ന് വരുത്തി തീർക്കാണ്. ഒരു ഇടവും അതിൽ നിന്ന് മുക്തമല്ല എന്നാണ് അശോകൻ ചെരുവില് ഈ നോവലിലൂടെ വിളിച്ചു പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന അതേസമയം പുരോഗമന ആശയം പേര് നടക്കുമ്പോഴും ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കഥാപാത്രം മീനാക്ഷിയെ വെറും ഒരു ശരീരം മാത്രമായിട്ടാണ് ഇതിൽ കാണുന്നത്. ഗർഭിണിയായ അവളെ പാർട്ടി മുൻകൈയെടുത്ത് ചന്ദ്രശേഖരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് അയാളുടെ വീട്ടിൽ എത്തിക്കുന്നുണ്ട്. പക്ഷെ പണം കൊണ്ട് തീർക്കാൻ പറ്റുന്ന വിഷയം വീടിന്റെ അടുക്കളയിൽ കിടക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചാണ് കണാരൻ മാഷ് ആശങ്കപ്പെടുന്നത്. ഈ ചന്ദ്രശേഖരന്റെ അച്ഛനായിട്ടുള്ള കണാരൻ മാഷ് പറയുന്നത് കുറച്ച് പണം കൊടുത്ത് ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ഒരു കേസ് കല്യാണം വരെ എത്തിച്ചതിനെ കുറിച്ച് അദ്ദേഹം ആശങ്കപ്പെടുകയാണ്. പുരോഗമനപരമായ ചിന്തയുള്ള ഒരു വ്യക്തിയാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. ഇപ്പൊ ചെളി കണ്ടാൽ ചവിട്ടുന്ന പുരുഷ സ്വഭാവത്തെ ന്യായീകരിച്ചുകൊണ്ട് അയാൾ കുറ്റം മുഴുവൻ മീനാക്ഷി എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തിലേക്ക് കുത്തി നിറക്കാണ്. സ്വന്തം മകൻ ചെയ്തതിൽ ഒരു കുറ്റവും കണാരൻ മാഷ് കാണുന്നില്ല എന്നുള്ളതാണ്. വീടിന്റെ അടുക്കളയിൽ ഒറ്റപ്പെട്ടു പോകുന്ന മീനാക്ഷി പിന്നീട് അങ്ങോട്ട് അവളുടെ ശക്തി തിരിച്ചു പിടിക്കുകയാണ്. പ്രണയത്തെ ദാർശനിക തലത്തിൽ സമീപിക്കാൻ അവൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. തന്റെ പ്രണയത്തിന്റെ ഉത്തരവാദിത്തം തനിക്ക് മാത്രമാണെന്ന് അവൾ തിരിച്ചറിയുന്നു. ചന്ദ്രശേഖരന്റെ ഉള്ളിലെ ജാതി വിവേചനത്തെ മനസ്സിലാക്കി അവർ അവരുടെ സ്വന്തം ഇടത്തിലേക്കാണ് തിരിച്ചു പോകുന്നത്. താനായി നിൽക്കാൻ സാധിക്കുന്നിടത്ത് അവൾ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. കഠിനാധ്വാനത്തിലൂടെ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുന്നു. തന്റെ ആദർശാധിഷ്ഠിതമായ ജീവിതം പിന്നീടും ചൂഷണം ചെയ്യപ്പെടുന്നവർക്കായി പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചു തീർക്കുന്നു. തൊഴിലെടുത്ത് ജീവിക്കുന്നതിനെ അന്തസ്സായി കാണുന്നു. തന്റെ മകനെ വളരെ ചെറുപ്പത്തിൽ തന്നെ അക്ഷരം പഠിപ്പിക്കുന്ന മീനാക്ഷി പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല വഴി അക്ഷരങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞു. ചക്രപാണി വാര്യരുടെ വിവാഹാഭ്യർത്ഥന മീനാക്ഷി തള്ളിക്കളയുന്നത് ജീവിതത്തിൽ പുരുഷനില്ലാതെയും മുന്നേറാം എന്ന തിരിച്ചറിവിലാണ്. റാഡിക്കൽ ഫെമിനിസവും സോഷ്യലിസ്റ്റ് ഫെമിനിസവും ഒത്തുചേർന്ന ഒരു കഥാപാത്രമാണ് ഇവിടെ മീനാക്ഷി എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ പൊതുവെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് കായിക ചൂഷണം എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിലെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ത്രീയുടെ അവസ്ഥ അത് വിവരണാതീതമാണ്. സമ്പദ് വ്യവസ്ഥയിലും അധ്വാന വിതരണത്തിലും ആ വ്യത്യാസം കാണാന്നുള്ളതാണ്. ധനം സമ്പാദിക്കുന്ന പുരുഷൻ സർവാധികാരിയാവുകയും വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകൾ മൂല്യം കുറഞ്ഞവരായി മാറുകയും ചെയ്യുക. സ്ത്രീ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ ജോലി അധിക ബാധ്യതയാവുകയും
ചെയ്യുന്നു. തുല്യ അധ്വാനത്തിന് തുല്യ വേതനം ലഭിച്ചിരുന്നില്ല. ഇന്നും പല പ്രൈവറ്റ് മേഖലകളിലും ഈ വിവേചനം നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാവുന്നതാണ്. അപ്പൊ ചില തൊഴിലിടങ്ങളിൽ തന്നെ ചില തൊഴിൽ മേഖലകൾ മാത്രമാണ് സ്ത്രീകൾക്ക് എന്നുള്ള രീതിയിൽ മാറ്റിവെക്കപ്പെട്ട അധ്യാപനം, നഴ്സിംഗ് തുടങ്ങിയ മേഖലകളാണ് ആദ്യകാലത്ത് സ്ത്രീകൾക്ക് നൽകപ്പെട്ടത് എന്നുള്ളത് ഈ ഒരു മാറ്റിവെക്കലിന്റെ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം. ഇപ്പൊ വ്യവസായ സംരംഭങ്ങളിൽ ഭക്ഷണവും വസ്ത്രവും അടിസ്ഥാനമാക്കിയുള്ള വ്യവസായങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നു. പുറത്തേക്ക് നടന്നാലും വീടിന്റെ തുടർച്ചയായി മാത്രം ജോലി സ്വീകരിക്കേണ്ട അവസ്ഥയാണ് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. സ്ത്രീയുടെ അധിക അധ്വാനവും കൂലിയില്ലാത്ത തൊഴിലും പുല്ലാനിക്കാട്ടെ വല്യമ്മയിലൂടെ അശോകൻ ചെരുവിൽ വരച്ചു കാണിക്കുന്നു എന്നുള്ളതാണ്. വീട്ടുജോലി മാത്രം എടുത്തുകൊണ്ട് കുടുംബത്തിൽ ഒരു തീരുമാനത്തിലും പങ്കാളിയാകാൻ കഴിയാതിരുന്ന വല്യമ്മ ദിമിത്രിയുടെ കാര്യത്തിൽ സ്വതന്ത്രമായി തീരുമാനം എടുക്കുകയാണ്. വീടില്ലാത്ത പെണ്ണിന്റെ നിസ്സഹായത അവരെ വേദനിപ്പിക്കുന്നുണ്ട്. വിർജീനിയ വുൾഫിന്റെ എ റൂം ഓഫ് വൺ സോൺ എന്ന ചിന്തയുമായി വല്യമ്മയുടെ ഈ ചിന്തയെ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റും. മീനാക്ഷിയെ അവളുടെ എല്ലാ ചുറുചുറുക്കോടെയും സ്നേഹിക്കുമ്പോഴും സ്വന്തം വീട്ടിൽ പാർപ്പിക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥ, സ്വന്തമായി വീടില്ലാത്തതിന്റെ ഫലമായി അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഥാപാത്രമാണ് ഇത്. അതേ സമയത്ത് ആൺകോയ്മയുടെ പ്രതലങ്ങളിൽ നിന്ന് സ്ത്രീയുടെ സ്വത്വം തിരിച്ചറിഞ്ഞ് മുന്നേറാൻ ഫെമിനിസം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ നോവല് നമ്മോട് അത് ആവശ്യപ്പെടുന്നുണ്ട്. സ്ത്രീ സ്വത്വത്തിന്റെ പച്ചയായ ആവിഷ്കാരം, ഇത് ഈ അമ്മ, മകൾ, ഭാര്യ എന്നൊക്കെയുള്ള സ്ത്രീ നിർവചനങ്ങളെ പൊളിച്ചെഴുതാനുള്ള ഒരു പ്രേരണ നോവല് നമുക്ക് തരുന്നുണ്ട്. അതില് കാവേരി എന്ന മുത്തുലക്ഷ്മി സ്വത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറുന്ന ഒരു സ്ത്രീയാണ്. ഏറ്റവും ദരിദ്രമായ അവസ്ഥയിൽ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ എല്ലാത്തരം ചൂഷണങ്ങളെ കുറിച്ചും അവൾ ബോധവതിയാണ്. ചൂഷണങ്ങൾക്ക് വശപ്പെടാത്ത അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് അവള് മുന്നേറുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും താഴേക്കിടയിലുള്ളവന്റെയും പെണ്ണിന്റെയും പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല എന്നുള്ള ബോധ്യത്തിലാണ് നക്സലേറ്റ് ആയിട്ട് ആ കഥാപാത്രം മാറുന്നത്. പി.കെ. മീനാക്ഷിയെ പോലെ എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്നവരോട് അവൾക്ക് ആരാധന തോന്നുന്നുമുണ്ട്. കൗസല്യയും പുല്ലാനിക്കാട്ടെ വല്യമ്മയും മോനമ്മയും മീനാക്ഷിയും എല്ലാ സ്ത്രീകളും സ്വത്വബോധമുള്ളവരും അത് തിരികെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുമാണ്. സമൂഹത്തിലെ അനീതികളുടെ ഇരയാണ് സ്ത്രീ എന്ന് ഈ നോവൽ നമ്മളെ ഓർമ്മപ്പെടുത്താണ്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹം എന്ന നിലയിൽ അവൾക്ക് അനീതികൾക്കെതിരെ ശബ്ദിക്കേണ്ടി വരുന്നു. കായിക ബലവും അധികാരവും ഉപയോഗിച്ചുകൊണ്ടുള്ള ചൂഷണത്തെ നേരിടേണ്ടി വരുന്നു. സ്വന്തം ജീവിതം തന്നെയാണ് കാവേരി എന്ന് പറയുന്ന കഥാപാത്രം ഇവിടെ സമരമാർഗമായി ഉപയോഗിക്കുന്നത്. തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ രൂപം കണ്ട കാലഘട്ടത്തിലാണ് കൗസല്യ നട്ടെല്ല് നിവർത്തി ന്യായമായ കൂലി ചോദിക്കുന്നത്. അതിനവർക്ക് പോലീസിന്റെ ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വരുന്നുണ്ട്. ചോരവാർന്ന ക്ഷീണിതയായ കൗസല്യെ കണ്ട് കണ്ടംകുട്ടി ആശാൻ തളർന്നു പോകുന്നുണ്ട്. ഈ പോലീസ് മർദ്ദനം കാരണമുള്ള ശാരീരിക അവശത കാരണമാണ് കൗസല്യ എന്ന് പറയുന്ന കഥാപാത്രം മരണപ്പെടുന്നത്, മീനാക്ഷിയുടെ അമ്മ മരണപ്പെടുന്നത്. അപ്പോഴും അവർ സ്വപ്നം കാണുന്നത് നീതിപൂർവമായ സമത്വസുന്ദരമായ ഒരു സമൂഹത്തെ ആണ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇതിനൊക്കെ പ്രതിരോധിക്കാൻ നമുക്കുള്ളത് വിദ്യാഭ്യാസവും തൊഴിലുമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിലൂടെയാണ് അശോകൻ ചെരുവിൽ ഈ നോവൽ നമ്മുടെയൊക്കെ മുന്നിൽ വരച്ചിടുന്നത്. ഇതിൽ ഏറ്റവും ഈ കാട്ടൂർക്കടവ് എന്ന നോവലില് രാഷ്ട്രീയം ഞാൻ ചർച്ച ചെയ്തേയില്ല. അതിന്റെ ദളിത് സ്വത്വവും സ്ത്രീ രാഷ്ട്രീയവുമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഏറ്റവും മനോഹരമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള വായനയിൽ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കാട്ടൂർക്കടവിലെ മണം. എങ്ങനെയാണ് മണം, എങ്ങനെയാണ് ഒരു ദേശത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളത് വളരെ മനോഹരമായിട്ട് ഈ നോവലിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മണത്തിനും ഉണ്ട് ഒരു രാഷ്ട്രീയം എന്നുള്ളതാണ്. നിറത്തിന് ചെളിയുടെ നാറ്റവും പൂവിന്റെ ഗന്ധവും രാഷ്ട്രീയപരമായി വ്യക്തതയുള്ള ഒന്നാണ്. ചെളിയുടെ നാറ്റം എന്നാണ് നമ്മൾ പറയുക, പൂവിന് അത് ഗന്ധമായി മാറുകയാണ്. ഏറ്റവും അടിയിൽ എല്ലാവരാലും ചവിട്ടിയരക്കപ്പെടുന്ന ഒന്നാണത്. എല്ലായ്പ്പോഴും കാൽക്കീഴിലുള്ള ഒന്നാണ് ഈ ചെളി എന്ന് പറയുന്നത്. പക്ഷെ പൂവെല്ലാം ഇപ്പോഴും ഉയരത്തിലാണ് നിൽക്കുന്നത്. എല്ലാവരാലും വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒന്ന്. ശിരസിൽ പ്രൗഢിയോടെ നിൽക്കാൻ പൂക്കൾക്ക് എപ്പോഴും സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മണം വ്യത്യാസമാണ്. അതേസമയത്ത് ചെളി താഴെ വളരെ അപൂർവമായി നമ്മൾ നോക്കുന്ന ചെളി, അത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോവാണ്. പക്ഷെ അതിന്റെ ഗന്ധാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത് എന്നുള്ളതാണ്. കാട്ടൂർ കടവ് മൊത്തമായിട്ട് നമുക്കൊരു മണം പകർന്നു തരുന്നുണ്ട്. ഇലകളുടെ മണമായി വേലൻ തുരുത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. വയൽക്കാറ്റിന് പൂത്ത നെല്ലിന്റെ മണാണ്. നെല്ലിന്റെ മണത്തിന്, പ്രത്യേകിച്ച് പുന്നെല്ലിന്റെ മണത്തിന് വല്ലാത്ത മായിക ശക്തിയാണ്. അതേ വയലിടം ചേറിന്റെ മണം പേറിയും നടക്കും. പിന്നെ ചീഞ്ഞ വൈക്കോലിന്റെ ഗന്ധാവും പുകമണമായും മന്ദാരത്തിന്റെയും കൂവളത്തിന്റെയും മണമായും
കാട്ടൂർ കടവ് കഥകൾ അവശേഷിപ്പിക്കുന്നു. ചാത്രാപ്പ് കായലിന് ജനനത്തിന്റെയും മരണത്തിന്റെയും ഗന്ധാണ്. ചെളി നിറഞ്ഞ ചകിരിച്ചോറിന്റെ മണമായും അത് കാട്ടൂർ കടവില് നിറഞ്ഞു നിൽക്കുന്നു. ദിമിത്രിയുടെ ഓർമ്മകളിൽ വേലന്തുരുത്തിന് ചകിരിയുടെ ഗന്ധാണ്. ദിമിത്രി ആദ്യം തൊട്ട കൈകൾക്കും ആ ഗന്ധായിരുന്നു. മകൾക്ക് പ്രസവവേദന വന്നപ്പോൾ ചകിരിക്കുഴിയിൽ നിന്നും കയറി വന്ന കൗസല്യയുടെ മണം ഈ ചകിരിച്ചോറിന്റെ മണായിരുന്നു. അമ്മമ്മയെ ഓർക്കുമ്പോഴൊക്കെ അയാളുടെ ഉള്ളിലേക്ക് ഓടിയെത്തുന്നത് ഇതിന്റെ മണാണ് എന്നുള്ളതാണ്. ആ മണവും അമ്മമ്മയുടെ ചുണ്ടിലെ വെറ്റില മണവും വിയർപ്പിന്റെ മണവും ഒക്കെ കൂടി അയാളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. പുല്ലാനിക്കാട്ടേനെ വല്യമ്മയെ ഓർക്കുമ്പോൾ ദിമിത്രിയുടെ മനസ്സിലേക്ക് എത്തുന്നത് കഞ്ഞിയുടെ മണാണ്. വിയർപ്പിന്റെ, ചേറിന്റെ, ചകിരിച്ചോറിന്റെ, കഞ്ഞിയുടെ മണത്തിനൊപ്പം ചരിത്രത്തിന്റെയും വിപ്ലവത്തിന്റെയും മണം കൂടി ഈ കാട്ടൂർ കടവ് നമ്മുടെയൊക്കെ മുന്നില് ബാക്കി വെക്കുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ തുടർച്ചയായിട്ട് പറയാനുള്ളത്. സമയം ഉണ്ടെങ്കിൽ ഇതിലെ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം സമയമുണ്ട്. അല്ല, സംസാരിക്കാൻ സമയമുണ്ട്. അശോകൻ സാറ് കേൾക്കാനിരിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം സംസാരിക്കും. കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു. ഹലോ അശോകൻ സാർ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ അല്ലേ? മൈക്ക് മ്യൂട്ടാണ്. സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. സംസാരിക്കട്ടെ, ഞാൻ കുറച്ച് കാര്യം പറയുന്നു. ശരി. അതിനുശേഷം നമുക്ക് മറ്റേ അവതരണം തുടരാം. സാറ് ഓക്കെ, വളരെ ചുരുക്കിയിട്ട് അതിലെ രാഷ്ട്രീയ പശ്ചാത്തലം ഞാൻ പറയാം. ഈ ദലിത് രാഷ്ട്രീയം എന്നുള്ളതും സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്നുള്ളതും രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. പക്ഷെ പരിപൂർണമായും രാഷ്ട്രീയം വിഷയമായി വരുന്ന നോവലുകളെയാണ് സാധാരണയായിട്ട് നമ്മൾ രാഷ്ട്രീയ നോവൽ എന്ന് വിളിക്കുക. അങ്ങനെ സാമൂഹിക നോവലിന്റെ ഒരു ഭാഗമായിട്ടും വേണമെങ്കിൽ രാഷ്ട്രീയ നോവലുകൾ നമുക്ക് കാണാം. തികച്ചൊരു രാഷ്ട്രീയ നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് കാട്ടൂർ കടവ് എന്ന് പറയുന്നത്. ചരിത്രവും വർത്തമാനവും ചേർന്ന് നിർമ്മിക്കുന്ന ഒരു ഭൂമികയാണ് കാട്ടൂർ കടവ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം. അപ്പൊ യഥാർത്ഥത്തിൽ ചരിത്രവും ഓർമ്മകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകം സൃഷ്ടിച്ചുകൊണ്ടാണ് കാട്ടൂർ കടവ് നമ്മിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച, വികാസം, അതിൽ കാലക്രമേണ വന്നു ചേർന്ന ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ നോവല് ചർച്ച ചെയ്യുന്നുണ്ട്. ജോർജ് ദിമിത്രോവ് എന്ന ദിമിത്രിയുടെയും കെ എന്ന എഴുത്തുകാരന്റെയും ചിന്തകളിലൂടെ നോവൽ സഞ്ചരിക്കുന്നത് കാലങ്ങളിലൂടെയാണ് എന്നുള്ളതാണ്. ബാല്യകാലം എങ്ങനെയാണ് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളതിന്റെ ഉത്തരമായിട്ടാണ് ദിമിത്രി എന്ന് പറയുന്ന കഥാപാത്രം നമുക്ക് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. പുരോഗമന ചിന്തയുള്ള രക്ഷിതാക്കൾക്ക് പിറന്നവരായിട്ട് കൂടി ബാല്യം മുതൽ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന അവഗണനയും തിരസ്കാരങ്ങളും നക്സൽ പ്രസ്ഥാനത്തിലേക്ക് അയാളെ ആകർഷിക്കുന്നുണ്ട്. നന്ദുണി എന്ന പേരിൽ അയാളെ വിളിച്ച് കളിയാക്കുന്ന അധ്യാപകർ ഉൾപ്പെടുന്ന ഒരു സമൂഹം അയാളുടെ മനസ്സിൽ വിദ്വേഷം നിറക്കുന്നുണ്ട്. ഒപ്പം തന്നെ കളിയാക്കുന്ന എല്ലാ മനുഷ്യരോടും അയാൾക്ക് അതേ വികാരം, അവരെയൊക്കെ കൊന്നുകളയണം എന്നുള്ള ഒരു വികാരം രൂപപ്പെടുകയാണ്. PK മീനാക്ഷി എന്ന തന്റെ അമ്മയെ അയാൾ ആദരവോടെയാണ് കാണുന്നത്. അമ്മയെ എങ്ങനെ സ്നേഹിക്കണം എന്ന് പോലും അയാൾ ആശങ്കപ്പെടുന്നുണ്ട്. ബാല്യകാലത്ത് അയാൾക്കുണ്ടാകുന്ന ദുരനുഭവം, പാർട്ടിയിലുള്ള മനുഷ്യരും ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് എന്ന ചിന്ത അയാളില് രൂപപ്പെടുന്നുണ്ട്. കെ എന്ന് പറയുന്ന എഴുത്തുകാരൻ ലാൻഡ് റെക്കോർഡ്സ് വകുപ്പിൽ നിന്നും വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുന്നത് സാഹിത്യ രചനയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ അതിനുശേഷം കൾച്ചറൽ അഡ്വൈസറി കൗൺസിൽ ഡയറക്ടർ സ്ഥാനത്ത് പ്രവേശിക്കുകയാണ് അദ്ദേഹം. ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്ന എഴുത്തുകാരനാണ് അയാൾ എന്നതുകൊണ്ട് അയാളെ തേടിയെത്തുന്ന സ്ഥാനമാനങ്ങളാണിത്. മനസ്സിന്റെ ഒരു കോണിൽ വെറും എഴുത്തുകാരനായി മാറാൻ അയാൾ ആഗ്രഹിക്കുമ്പോഴും അധികാരത്തിന്റെ അപ്പക്കഷണം അയാളെ മാടി വിളിക്കുകയാണ്. സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു. ഒപ്പം പാർട്ടി ഏൽപ്പിക്കുന്ന തീരുമാനങ്ങളെ ഒഴിവാക്കി തന്റേതായ വഴിയിൽ അയാൾക്ക് നടക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തെ ആത്മസംഘർഷത്തിലാക്കുകയാണ്. പാർട്ടിയുടെ നിലപാടുകളെയും തീരുമാനങ്ങളെയും അനുകൂലിച്ചുകൊണ്ട് FB യിൽ നിരന്തരം പോസ്റ്റുകൾ ഇടുന്ന അയാളെ ന്യായീകരണ തൊഴിലാളി എന്ന ലേബല് ചാർത്തി കിട്ടുമ്പോഴും എഴുത്തിന്റെ ശൈലി അയാള് മാറ്റുന്നില്ല, അയാൾക്കത് മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്നതിനെ ദിമിത്രി വിമർശിക്കുന്നുണ്ട്. നട്ടെല്ലില്ലാത്തവന്റെ നട്ടെല്ലാണ് രാഷ്ട്രീയം എന്ന് ദിമിത്രി കെയെ കളിയാക്കുന്നുണ്ട്. കെ എന്ന് പറയുന്ന കഥാപാത്രത്തെ കളിയാക്കുന്നുണ്ട്. പാർട്ടിയുടെ തണലിൽ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്ന മനുഷ്യരോടുള്ള ചോദ്യമായി കൂടി കാട്ടൂർ കടവ് മാറുന്നുണ്ട് എന്നുള്ളതാണ്. കമ്മ്യൂണിസത്തിന്റെ ചൂരും കൊണ്ട് വളർന്നവർ തന്നെ അത് മുന്നോട്ട് വെച്ച ആശയങ്ങളെ ചവിട്ടി മെതിക്കുന്ന കാഴ്ചയും നമുക്ക് ഈ നോവലിൽ കാണാം. ഈ പറയുന്ന കാട്ടൂർ കടവ് അടയാളപ്പെടുത്തുന്ന കാലം എന്ന് പറയുന്നത് വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് ഭൂതകാലത്തെയും ഭാവി കാലത്തെക്കുറിച്ചുള്ള ആശങ്കയും ഈ ഒരു നോവൽ നമ്മളെ മുന്നിൽ
തുറന്നു വെക്കുകയാണ്. 2018 പ്രളയകാലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതും വികസിച്ചതുമായ കാലഘട്ടത്തെയും നോവൽ അടയാളപ്പെടുത്തുന്നുണ്ട്. 1925 ഡിസംബർ 26 കാൺപൂരിൽ വെച്ച് രൂപം കൊണ്ടത് മുതല് കൃഷിഭൂമി കർഷകന് പ്രായപൂർത്തി വോട്ടവകാശം, ഐത്യജാതിക്കാർക്ക് സാമൂഹ്യനീതി, 8 മണിക്കൂർ ജോലി തുടങ്ങിയ ആശയങ്ങൾ ഉയർത്തി പ്രവർത്തിച്ച ഒരു പാർട്ടി അടിമ ജീവിതം നയിച്ചിരുന്ന ഒരു ജനതയെ മനുഷ്യത്വത്തിലേക്ക് നയിച്ച കാലം കൂടിയായിരുന്നു അത് എന്ന് നോവൽ നമ്മളെ ഓർമ്മപ്പെടുത്താണ്. ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കാനില്ലാതിരുന്ന മനുഷ്യരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു പ്രസ്ഥാനം. 1962 ഉണ്ടായ ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ പേരിൽ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതും പാർട്ടി പിളരുന്നതുമായ 1964 പാർട്ടി പിളരുന്നതുമായ കാര്യങ്ങള് നോവലില് ചർച്ച ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ പിളർപ്പ് ഒരു പ്രളയമായിട്ടാണ് യഥാർത്ഥത്തില് ഈ നോവലിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. പലരും തങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച എന്തോ നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. കൗസല്യയുടെ മരണസമയത്ത് 2 പാർട്ടിക്കാരും അവരുടെ കൊടി പുതപ്പിക്കാൻ മത്സരിക്കുകയാണ്. പാർട്ടി പിളർന്നു എന്ന കാര്യം പോലും അറിയാതെയാണ് കൗസല്യ മരിക്കുന്നത് എന്നുള്ളത് വളരെ വേദനാജനകമായി, അല്ലെ പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ വേദനയായി എഴുത്തുകാരൻ അവതരിപ്പിക്കുകയാണ്. പാർട്ടി ഓഫീസിലേക്ക് പോകാത്തതിനെ പറ്റി കണ്ടംകുട്ടിയാശാനോട് ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കുന്ന ചോദ്യവും ഇതാണ്. അതുവരെ പ്രസ്ഥാനത്തിനൊപ്പം നിന്ന പലരെയും ഏത് ഭാഗത്ത് ചേരണമെന്ന നിസ്സഹായമായ അവസ്ഥ, ഒരു ചോദ്യം അവരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കെ എന്ന എഴുത്തുകാരൻ കാണുന്ന ഒരു സ്വപ്നത്തിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. 1965 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ KT അച്യുതൻ വക്കീൽ ജയിച്ചു. സംഗമേശ്വരൻ നായരും PK ബാലനും കുഞ്ഞുമൊയ്തീനും ഒരുമിച്ച് കാട്ടൂർ കടവിലെ ഒരു പാടവരമ്പത്തൂടെ നടക്കുന്നു. കുഞ്ഞുമൊയ്തീൻ CPM ലോക്കൽ സെക്രട്ടറി, സംഗമേശ്വരൻ നായർ CPI-ക്കാരൻ, PK ബാലൻ നക്സൽ മനോഭാവമുള്ളയാൾ. യഥാർത്ഥത്തിൽ ഇവരെല്ലാം ഒരു കാലത്ത് ഒരുമിച്ചുണ്ടായവരാണ് എന്നുള്ളതും അതൊരിക്കൽ കൂടി അങ്ങനെ ആയെങ്കിൽ എന്ന എഴുത്തുകാരൻ സ്വപ്നം കാണുകയാണ്. യഥാർത്ഥത്തിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ വേദനയായിട്ടാണ്. ഇപ്പൊ ദേശം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം, കാട്ടൂർ കടവ് എന്ന് പറയുന്നത് കേവലമായി കാട്ടൂർ എന്ന് പറയുന്ന ഒരു ദേശത്തെ മാത്രമല്ല അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതാണ് കാട്ടൂർ കടവ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ തന്നെ പ്രതിരൂപമായിട്ടാണ് എഴുത്തുകാരൻ ഇതിൽ അവതരിപ്പിക്കുന്നത്. ചരിത്രപരമായും സാംസ്കാരികപരമായും ഭൂമിശാസ്ത്രപരമായും അത് കേരളത്തിന്റെ അടയാളപ്പെടുത്തൽ തന്നെയാണ്. ദേശത്തെ എഴുതുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ആ ചരിത്രത്തെ കോറി വരക്കാതെ ദേശത്തെ നമുക്ക് അടയാളപ്പെടുത്താനാവില്ല എന്നുള്ള സത്യം കൂടി കാട്ടൂർ കടവ് നമ്മളെ ഓർമ്മപ്പെടുത്താണ്. കാട്ടൂർ കടവ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ചരിത്രം തന്നെയാണ്. ജന്മി കുടിയാൻ വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലത്തിൽ നിന്ന് മലയാളി സമൂഹം എങ്ങനെയാണ് ഇന്ന് കാണുന്ന തലത്തിലേക്ക് ഉയർന്നത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താണ്. പകലന്തിയോളം പണിയെടുത്ത് പട്ടിണിയുമായി ജീവിച്ച മനുഷ്യരെ വെള്ളവും വളവും നൽകി അധികാരത്തിൽ എത്തിച്ചതിനെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാൽപ്പനിക ലോകമാണ് കാട്ടൂർ കടവ്. സങ്കല്പത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള വരമ്പിലൂടെ നടക്കുന്നത് പോലെ നമുക്ക് തോന്നും. വഴുക്കുന്ന വരമ്പുകളാണ്, ഏത് വശത്തേക്കും വീണുപോകാം. മിത്തുകൾ ഉണ്ടാക്കാനും പ്രചരിപ്പിക്കാനും സമർത്ഥരാണ് ആളുകൾ. അതിമാനുഷരാണ് കഥാപാത്രങ്ങൾ. നോവലിലെ വരിയാണ്. രഘൂത്തമൻ എന്ന കഥാപാത്രം കാട്ടൂർ കടവിനെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ എഴുത്തുകാരൻ വളരെ ഭംഗിയായി അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. നോവലിന്റെ പേര് തന്നെ ദേശനാമമായി മാറുന്നതും അങ്ങനെയാണ്. ദേശത്തെ എഴുതുമ്പോഴും നോവലിന്റെ രചന ദേശസ്വത്വവാദത്തിന്റെയോ സങ്കുചിത ദേശീയതയുടെയോ ആശയങ്ങളിൽ സ്വാധീനിക്കപ്പെടുന്നില്ല. ഒരു ഭരണകൂട സമ്പർക്കമായിട്ടോ അതിന്റെ തുടർച്ചാ രൂപങ്ങളോ ആയിട്ടല്ല ദേശം പ്രത്യക്ഷപ്പെടുന്നത്. ദേശത്തിന്റെ വ്യാപ്തിയും വിസ്തൃതിയും കണ്ടംകുട്ടിയാശാനും മറ്റും നടന്നെത്താവുന്ന ദൂരങ്ങളാണ് എന്ന് അവതാരികയില് എഴുത്തുകാരൻ പറയുന്നുണ്ട് എന്നുള്ളതാണ്. കാട്ടൂരിന്റെ ഭൂമിശാസ്ത്രം എങ്ങനെയാണ് അതിന്റെ ചരിത്രത്തെ സ്വാധീനിച്ചത്. ചാത്രാപ്പ് കായൽ ഒരുപക്ഷെ PK മീനാക്ഷിയെക്കാളും പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ചാത്രാപ്പ് കായൽ ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. വേലന്തുരുത്ത് രൂപപ്പെടുന്നത്, അയിത്തക്കാർക്ക് മാത്രമായി എങ്ങനെയാണ് ഒരു പ്രദേശം രൂപപ്പെടുന്നത്, ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി നോവൽ നമ്മളെ ഓർമ്മപ്പെടുത്താണ്. വർണ്ണവിവേചനം നിലനിന്നിരുന്ന കാലത്ത് ജാതി സമൂഹങ്ങൾക്ക് മാത്രമായി കൽപ്പിച്ചു നൽകിയ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്താണ്. ഇന്നും ചില പ്രദേശങ്ങളുടെ പേരിലുള്ള വിവേചനം നിലനിൽക്കുന്നു എന്നത് ഭീകരമായ ഒരു സത്യമാണ്. വേലന്തുരുത്ത് അങ്ങനെ ഒരു മാറ്റി നിർത്തലിന്റെ ചരിത്രം കൂടി നമ്മളോട് പറയുന്നുണ്ട്. ചാത്രാപ്പ് കായലും അതെ, സുരക്ഷിതത്വത്തെയും ആത്മനാശത്തിന്റെയും സ്ഥലമാണ്. ഒരേ സമയത്ത് അത് സംരക്ഷണം ഒരുക്കുന്നുണ്ട്, അതേ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അന്നവും ആനന്ദവും നൽകുന്ന അതേ തീരത്ത് അവർ ചകിരി തല്ലിയും കയർ പിരിച്ചും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുകയാണ്. പക്ഷെ അതേ കായലിലാണ് പലപ്പോഴും കാട്ടൂർ കടവിലെ മനുഷ്യർ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്നുള്ളതും
ഈ ചാത്രാപ്പ് കായലിന്റെ അല്ല ഒരു ദേശത്തിന്റെ അടയാളപ്പെടുത്തലായിട്ട് നമുക്ക് കാണാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അധികാര രാഷ്ട്രീയത്തെ കുറിച്ചിട്ടുള്ള പരാമർശം കൂടി. അധികാരം എന്ന് പറയുന്നത് നമുക്കറിയാം പല രീതിയിലാണ് മനുഷ്യരെ അടക്കി വാഴുന്നത്. മുമ്പത് ജാതിയുടെ പേരിലായിരുന്നെങ്കിൽ ഇന്നത് ചിലപ്പോൾ ഔദ്യോഗിക പദവികളുടെ പേരിലായിരിക്കും എന്ന് മാത്രമാണ് അതിലുണ്ടായിട്ടുള്ള വ്യത്യാസം. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരും താഴേക്കിടയിലുള്ള മനുഷ്യരെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്നു. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന സത്യം സത്യമായി തന്നെ അവശേഷിക്കുകയാണ്. ഒരേ ഓഫീസിൽ കൈക്കൂലിക്കാരനല്ലാത്ത മനുഷ്യരെ സംശയദൃഷ്ടിയോടെ ലോകത്ത് നോക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ദിമിത്രി എന്ന് പറയുന്ന കഥാപാത്രവും കൈക്കൂലി കേസിൽ പിടിക്കപ്പെടുന്നത്. അയാൾ വളർന്നു വന്ന സാഹചര്യത്തെയോ ആദർശങ്ങളെയോ ഒക്കെ മറന്നുകൊണ്ട് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ പ്രതീകമായി ഈ ദിമിത്രി എന്ന് പറയുന്ന കഥാപാത്രം മാറുകയാണ്. അപ്പോ ഭക്ഷണത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ഇതിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കാണ്. ഓർമ്മയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നുണ്ട്, മരണത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനിത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു നോവൽ ആയതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇത്ര വിശദമായിട്ട് പറഞ്ഞത്. ഇനിയും ഒരുപാട് ചർച്ച ചെയ്യാനുള്ള ഒരു മേഖല നമ്മുടെ മുന്നിൽ ഈ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവൽ നമ്മുടെ ഒക്കെ മുന്നിൽ തുറന്നു വിടുന്നുണ്ട്. യഥാർത്ഥത്തില് ഓർമ്മകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചരിത്രത്തിന്റെ കൂടി ഭാഗമാണ്. നമുക്കറിയാം അധികാരം കൊയ്യണം ആദ്യം നാം അതിനുമേലാകട്ടെ പൊന്നാരിൻ എന്ന് പാടിയിട്ടുള്ള ഇടശ്ശേരിയെ ഓർക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നുകയാണ്. കാരണം അടിസ്ഥാന വർഗത്തെ അടയാളപ്പെടുത്തുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രതിരൂപമായ പാർട്ടി അധികാരത്തിൽ എത്തിയിട്ട് പോലും കീഴാള വർഗ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, പരിപൂർണമായും പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പാർട്ടിക്കുള്ളിൽ പോലും ജാതി ചിന്തകൾ വെച്ച് പുലർത്തുന്ന സാമ്പത്തിക അസമത്വവും അടിമത്തവും കാക്ഷിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്നും എഴുത്തുകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഓർമ്മകൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് ഗതകാല സഞ്ചാരത്തിനുള്ള പാതയാണ്. ആ പാതവക്കിൽ നമ്മൾ വീഴ്ത്തിയ കണ്ണീരും ചോരയും ഒക്കെ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും. സ്വപ്ന സദൃശ്യമായ നേട്ടങ്ങൾ കണ്ടെടുക്കാം. അത്തരം ഓർമ്മകൾ കൂടിയാണ് കാട്ടൂർ കടവ് നമ്മുടെ മുന്നിൽ വരച്ചു വെക്കുന്നത്. ദിമിത്രി ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കാത്തപ്പോൾ കെ എന്ന എഴുത്തുകാരൻ ഓർമ്മകളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. അത് ചരിത്രം ആ രണ്ട് കഥാപാത്രങ്ങൾക്കും അനുഭവപ്പെടുന്നത് രണ്ട് രീതിയിലാണ് എന്നുള്ളതാണ് ആ ഓർമ്മകളുടെ വ്യത്യാസം. ചരിത്രം എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്നില്ല, അതുപോലെ തന്നെ വർത്തമാനവും ഒരുപോലെ സന്തോഷിപ്പിക്കുന്നില്ല. സ്ത്രീ സ്വത്വ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ചർച്ചകള്, ഉത്തരവാദിത്വ ബോധമുള്ള മികച്ച സ്ത്രീ കഥാപാത്രങ്ങളെ കാട്ടൂർ കടവ് നമുക്ക് മുന്നിൽ നിരത്തി വെക്കുന്നുണ്ട്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പാടിയ ശ്രീനാരായണ ഗുരുവിന്റെ പിന്മുറക്കാർ എന്താണ് ഇക്കാലത്ത് ഏറ്റെടുത്ത് ചെയ്യുന്നത് എന്നുള്ളത് കാട്ടൂർ കടവ് ചർച്ച ചെയ്യുന്നുണ്ട്. ജാതിയും മതവും ഒന്നുമില്ല മനുഷ്യനെ നിർണയിക്കുന്നത് പഠിപ്പിച്ച മഹാന്റെ മണ്ണിൽ ഇന്നും നെറുകേടുകൾ നടക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ നോവല് നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഇന്നും സമൂഹത്തിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല എന്ന് കാട്ടൂർ കടവ് ഓർമ്മിപ്പിക്കുന്നു. മണ്ണിന്റെയും പെണ്ണിന്റെയും കാര്യത്തിൽ മലയാളികൾ വെച്ച് പുലർത്തുന്ന മനോഭാവത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. ചരിത്രം മറന്നുകൊണ്ടുള്ള യാത്ര നാശത്തിലേക്കുള്ളതാണ് എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ടാണ് നോവല് അവസാനിക്കുന്നത്. ഏറ്റവും വളരെ ആഴത്തിലുള്ള ഒരു നോവൽ മലയാള സാഹിത്യത്തിന് സമ്മാനിച്ചതിന് പ്രിയപ്പെട്ട എഴുത്തുകാരന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു വിഷയാവതരണം ഇവിടെ നിർത്തുകയാണ്. വളരെ നന്ദി ജിഷ. കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജയാപജയങ്ങൾ പശ്ചാത്തലമാക്കിയുള്ള ഈ നോവൽ വളരെ ഗൗരവബുദ്ധിയോടുകൂടി സമീപിക്കേണ്ട ഒന്നാണ്. ഗൗരവതരമായിട്ടുള്ള ഒരു വായന അർഹിക്കുന്ന ഈ ഇതിന്റെ ഉള്ളടക്കം അതിനെ വളരെ ലളിതമായ ഭാഷയിൽ വളരെ കൃത്യമായി അടയാളപ്പെടുത്താനായിട്ട് ജിഷയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അഭിനന്ദനങ്ങൾ. നമ്മള് അശോകൻ ചെരുവിൽ ഇതിന്റെ ഗ്രന്ഥകർത്താവ് ഇവിടെ ഉണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തെ നേരത്തെ ജിഷ പരിചയപ്പെടുത്തി എങ്കിലും മലയാള സാഹിത്യ ലോകത്തെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വങ്ങളുള്ള ഒരാളാണ് അദ്ദേഹം. അധ്യാപകനായിരുന്നു, കഥാകൃത്ത്, സാമൂഹിക വിമർശകൻ എന്നിങ്ങനെ വിവിധ മേഖലകളെ കൂട്ടിയോജിപ്പിക്കുന്ന പ്രതിഭയുടെ ഈ ഒരു നോവൽ വയലാർ 2023 വയലാർ അവാർഡും കൂടി നേടിയതാണ്. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമിയുടെ ചെറുകഥാ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്.
തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂര് ആണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായി പിന്നെ രജിസ്ട്രേഷൻ വകുപ്പിലാണ് സേവനം അനുഷ്ഠിച്ചത്. അദ്ദേഹം കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലും അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാട്ടൂർ കടവ് എന്നുള്ള നോവൽ കൂടാതെ അദ്ദേഹം മലയാള സാഹിത്യത്തിന് നിരവധി കൃതികൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ചെറുകഥകൾ, നോവലുകൾ, അങ്ങനെ നിരവധി വിഭാഗങ്ങളിൽപ്പെട്ട ഓർമ്മ പുസ്തകം അതുമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മെമ്മോയർ ഉണ്ട്. അങ്ങനെ സൂര്യകാന്തികളുടെ നഗരം, പരിചിത ഗന്ധങ്ങൾ, മരിച്ചവരുടെ കടൽ, ജലജീവിതം, ക്ലർക്കുമാരുടെ ജീവിതം, കങ്കാരു നൃത്തം, കാട്ടൂർ കടവിലെ ക്രൂരകൃത്യം, ചിമ്മിനി വെളിച്ചത്തിൽ പ്രകാശിക്കുന്ന ലോകം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. മലയാളികൾ എല്ലാവരും തന്നെ വായിച്ചിട്ടുള്ള നിരവധി കഥകളാണിവ. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൂടാതെ ചെറുകാട് അവാർഡ്, ഇടശ്ശേരി അബുദാബി ശക്തി അവാർഡ്, AP കളക്കാട് അവാർഡ്, അങ്ങനെ TV കൊച്ചുബാവ അവാർഡ് എന്നിവയെല്ലാം ലഭിച്ചിട്ടുണ്ട്. കാട്ടൂർ കടവിന് വയലാർ അവാർഡാണ് ലഭിച്ചിട്ടുള്ളത്. 2022 ഈ പുസ്തകം ഇറങ്ങുന്നത്. അദ്ദേഹം ഈ പുസ്തകത്തെ ജിഷ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അദ്ദേഹം അശോകൻ ചെരുവിൽ, അദ്ദേഹത്തിനെ നമ്മൾ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ശ്രീ അശോകൻ ചെരുവിൽ. നന്ദി ഹേമ. സർ. കാട്ടൂർ കടവ് നോവൽ ഇങ്ങനെ ക്ലബ് ഹൗസിന്റെ ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തതിലുള്ള നന്ദിയും സന്തോഷവും ആദ്യം തന്നെ അറിയിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ക്ലിയർ ആണ് സർ. ഞാൻ കുറച്ചു കാലമായിട്ട് ഈ ക്ലബ് ഹൗസിന്റെ തുടക്കത്തിലൊക്കെ അതിലുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ വിട്ടുപോയി. പിന്നെ അത് ഫോളോ ചെയ്യാറില്ല. അതിന് ചർച്ചകളിലൊന്നും പങ്കെടുക്കാറില്ല. അതുകൊണ്ട് മുഴുവൻ അതിന്റെ നടപടിക്രമങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല. ശ്രീ D പ്രദീപ് കുമാറിന്റെ എന്റെ സ്നേഹിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചില സംഗതികളൊക്കെ കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ടെന്ന് മാത്രം. ആ രീതിയിൽ മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. എന്തായാലും സാഹിത്യകൃതികളെ പരിചയപ്പെടുത്തുന്ന വളരെ നല്ല നിലയിൽ അതിനൊക്കെ വിലയിരുത്തി ചർച്ചയ്ക്കും സഹായം ഉണ്ടാക്കുന്ന ഇങ്ങനെ ഒരു ക്ലബ് ഹൗസ് പ്രവർത്തനത്തെ വളരെയേറെ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കുറേയധികം കൃതികൾ ഈ വേദിയിലൂടെ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ കാട്ടൂർ കടവിൽ അത് എത്തിയിരിക്കുന്നത്. ജിഷ ചാലിൽ നേരത്തെ തന്നെ കാട്ടൂർ കടവ് നോവലുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിൽ ആണ് ഞാൻ ജിഷയെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. തലശ്ശേരിയിലാണെന്ന് തോന്നുന്നു. അത് തലശ്ശേരിക്ക് അടുത്ത് എവിടെയാണ്. പിന്നീട് പലവട്ടം പല രീതിയിൽ പല ലേഖനങ്ങളും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ സാഹിത്യ വിമർശനം അത്ര സജീവമാണെന്ന് പറഞ്ഞുകൂടാ ഇപ്പോൾ. അതായത് പുസ്തകങ്ങളുടെ വിലയിരുത്തലൊക്കെ കുറെ കാലമായിട്ട് കുറഞ്ഞു. എന്നെങ്കിൽ പോലും സാഹിത്യത്തെ സാമൂഹ്യ വിമർശനത്തിന്റെയൊക്കെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ സാമൂഹ്യ വിമർശനത്തിന്റെ ഭാഗമായിട്ട് സാഹിത്യത്തെ പരിശോധിക്കുന്ന ഒരു സമ്പ്രദായമായിട്ടൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നതാണ് മലയാളത്തിലെ സാഹിത്യ വിമർശനം. പക്ഷെ അതിപ്പോ ചെറിയ മട്ടിൽ കുറവാണ്. നമ്മുടെ പക്ഷേ അത്തരത്തിലുള്ള വലിയ പ്രൗഢമായ വിമർശനങ്ങൾ ഇപ്പൊ വലിയ വലിയ നിരൂപകന്മാരുടെ ഒരു കാലം നമുക്കുണ്ടായിരുന്നല്ലോ. സാഹിത്യത്തിനെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന അതിന് മാത്രം പ്രാപ്തിയുള്ള നിരൂപകന്മാരുടെ ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പൊ ആ മേഖല കുറച്ച് ശൂന്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കുറെ പുതിയ പ്രതിഭകൾ ആ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, യുവാക്കൾ. അക്കൂട്ടത്തിൽ എനിക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, ശ്രദ്ധിക്കാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ജിഷ ടീച്ചർ. ഇപ്പൊ ഇവിടെ തന്നെ ഈ ഒരു നോവൽ അവർ അവതരിപ്പിച്ചപ്പോ എത്ര കൃത്യമായി, അതുപോലെ തന്നെ എത്ര ലളിതമായി, അതേസമയം അതിനാവശ്യമായിട്ടുള്ള ആ ഗൗരവവും ആശയപരിസരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ
അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. മാത്രമല്ല അത് കേവലം ഒരു കൃതിയെ ഊന്നുക മാത്രമല്ല, സമൂഹത്തിന്റെ നാനാതരം പ്രശ്നങ്ങൾ, നമ്മുടെയൊക്കെ മനുഷ്യജീവിതം അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ഈ നോവലിനെ പരിശോധിക്കുക. അതാണ് ഈ നോവൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. എല്ലാവരും എഴുത്തുകാരന്റെ കൃതി എന്ന് പറയുന്ന അത് അയാൾക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നും ഒരു നിരൂപനവും ഇല്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ സമൂഹത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ജീവിക്കേണ്ട ലോകമാണ്, സമൂഹമാണ്. അവിടെ കുറേയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതിനെ തരണം ചെയ്യേണ്ടതുണ്ട്. അതിനെ തരണം ചെയ്യുന്നതിന് അതിനെ അപഗ്രഥിക്കണം. അതിനെ അപഗ്രഥിച്ച് അതിന്റെ പ്രതിസന്ധികളൊക്കെ തന്നെ മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള പല പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാവുന്നതാണ് വേണമെങ്കിൽ. അപ്പൊ അതിന് സാഹിത്യം എങ്ങനെ ഉപകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പരിശോധനയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അല്ലാണ്ട് കൃതിയോടോ എഴുത്തുകാരനോടോ ഉള്ള ഒരു അനുഭവത്തിന്റെ പേരിൽ ഒരാളും ഒരു കൃതിയും ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു സാമൂഹ്യ ദൗത്യം അതിനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാമൂഹ്യ ദൗത്യത്തിന് ഉപകാരപ്പെടുന്ന കൃതികൾ ചർച്ച ചെയ്യപ്പെടും സ്വാഭാവികമായിട്ട്. അല്ലാത്തവർ ചിലപ്പോൾ ചർച്ച ചെയ്തില്ല എന്ന് വരും, അത്ര തന്നെയുള്ളൂ. അപ്പൊ ആ ഒരു സ്പിരിറ്റിലാണ്, ആ ഒരു നിരീക്ഷണ വൈഭവത്തിലാണ് ജിഷ ഇവിടെ ഈ നോവലിനെ സമീപിച്ചിട്ടുള്ളത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നാനാവിധം പ്രശ്നങ്ങൾ, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ദളിത്, സ്ത്രീ, അതുപോലെ തന്നെ നിരവധി സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, വർഗീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, മതഭ്രാന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള, പിന്നെ പല പ്രശ്നങ്ങൾ. ഇപ്പൊ കേരളം വളരെ അഭിമാനകരമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളും അഭിമാനകരം തന്നെയാണ് കേരളത്തിന്റെ വളർച്ച. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും തടസ്സമായി നിന്നിരുന്ന ജന്മിത്തം എന്ന് പറയുന്ന സാമൂഹ്യ വ്യവസ്ഥ പരമാവധി കുറെയൊക്കെ ഇല്ലാതായി. അതുപോലെ അതിന്റെ ഭാഗമായിട്ടുള്ള പല ഗുണങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷെ നേരത്തെ ജിഷ സൂചിപ്പിച്ച പോലെ ജന്മിത്തം പോയെങ്കിലും അതിന്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക അവശിഷ്ടങ്ങൾ ഏതാണ്ട് അതേപടി നിലനിൽക്കുന്നു. വളരെയേറെ പരിവർത്തനങ്ങൾ, ഇപ്പൊ ജന്മിത്തം അവസാനിപ്പിക്കാൻ വേണ്ടി വലിയ സമരങ്ങൾ നടന്നു, അതുപോലെ തന്നെ ജാതി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ നടന്നു. കുറേയൊക്കെ അതൊക്കെ വിജയിച്ചു. പക്ഷെ വിജയിച്ചെങ്കിൽ പോലും ആ ജാതിയുടെയും അല്ലെങ്കിൽ ജാതി മേധാവിത്വത്തിന്റെയും അതുപോലെ ജന്മിത്തത്തിന്റെയും ഒക്കെ തന്നെ ആ സാംസ്കാരിക അവശിഷ്ടങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുള്ള സൗന്ദര്യ സങ്കല്പങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുള്ള മൂല്യസങ്കല്പങ്ങൾ ഒക്കെ അതേപടി നിലനിൽക്കുകയാണ്. കുറെ കാലമൊക്കെ അതൊന്നും മങ്ങിക്കിടന്നിരുന്നു. ഇപ്പൊ അനുകൂലമായൊരു സാഹചര്യം രാജ്യത്ത് വന്നപ്പോൾ ഒരു വർഗീയ വർണ്ണ വ്യവസ്ഥയുടെ ഒക്കെ വക്താക്കൾ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അത് വീണ്ടും തഴച്ചു വളരുന്ന കേരളത്തിലടക്കം അതിശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ അതിനെയൊക്കെ സഹായകരമായ രീതിയിലുള്ള കൃതികൾ ഏതാണെന്ന് പരിശോധിക്കുകയാണ് നിരൂപകം ചെയ്യുന്നത്. ആ ഒരു വലിയ ദൗത്യമാണ് ജിഷ ഇവിടെ ഈ നോവൽ അവതരിപ്പിച്ചതിലൂടെ ചെയ്യുന്നത്. ഞാൻ എൻ്റെ നോവലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയേണ്ട ആള് ഞാനല്ല. ഒരു സാഹിത്യകൃതി എഴുതി കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അതിനെക്കുറിച്ച് ഏറ്റവും കുറവ് സംസാരിക്കേണ്ടത്. കാരണം അയാൾക്ക് പറയാനുള്ളതൊക്കെ അയാൾ പരമാവധി ആ നോവലിൽ പറഞ്ഞു കഴിഞ്ഞു. ആ നോവൽ എഴുതുന്ന കാലത്ത് അയാളെ പറ്റി ഉള്ളു ചുട്ട് ചിന്തിച്ചിട്ടുണ്ട്. ആ കാലത്ത് തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ആ ഒരു കൃതി എഴുതാൻ പറ്റിയത്. ഇനിയിപ്പോൾ അതിൽ അയാൾക്കൊന്നും ചെയ്യാനില്ല. ഇനി അത് വായനക്കാരന്റെ വിഷയമാണ്. അവനതിനെ അയാള് ഈ എഴുത്തുകാരൻ എഴുതിയ മട്ടിൽ തന്നെ കൊണ്ടുപോകണമെന്നൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ അതിനെ കൊണ്ടുപോകാം, അതിനെപ്പറ്റി ചിന്തിക്കാം, അതിനെപ്പറ്റി മനോവിചാരങ്ങൾ കൊള്ളാം, അതിനെപ്പറ്റി ആലോചിക്കാം, തൻ്റെ സങ്കല്പങ്ങളെ അതുമായി ബന്ധപ്പെടുത്താം, തൻ്റെ ഓർമ്മകളെ, തൻ്റെ അനുഭവങ്ങളെയൊക്കെ ബന്ധപ്പെടുത്താം. അതൊരു വേറൊരു നിർമ്മിതിയാണ്. വായന എന്ന് പറയുന്നത് വേറൊരു കൺസ്ട്രക്ഷനാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. അതിനുവേണ്ടി അത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. എഴുത്തുകാരനായാലും ഇനിയിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. അതിൻ്റെ വല്ല റോയൽറ്റി വല്ല 10 പൈസ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കുന്നല്ലാണ്ട് അതിൽ കാര്യമൊന്നും. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എഴുതി കഴിഞ്ഞ നോവലിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തരം മോശപ്പെട്ട കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിന്റെ പ്രൊമോഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നാലെ പോകേണ്ടി വരുന്നുണ്ട് പലപ്പോഴും എഴുത്തുകാർക്ക്. അതുകൊണ്ട് അവർക്ക് പുതിയ നോവലുകൾ എഴുതുമ്പോഴൊക്കെ തന്നെ അതിന്റെ പരിമിതിയുണ്ട്. നമ്മളതിന് മോചനം നേടണം. ഇപ്പൊ ഞാൻ അതിനുള്ളൊരു ശ്രമം നടക്കുകയാണ്. ഞാനിപ്പോ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 1-2-3 ലക്കങ്ങൾക്ക് ശേഷം അത് ദേശമനിവാരിക പബ്ലിഷ് ചെയ്യും. മാതൃഭൂമി ബുക്സ് അത് പ്രസിദ്ധീകരിക്കും. പ്രണയരാഷ്ട്രം എന്നാണ് അതിന്റെ പേര്. അപ്പൊ എനിക്കത് ആ നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാട്ടൂർക്കടവ് എന്ന് പറയുന്ന നോവലിനെ എനിക്ക് മറക്കണം.
മാത്രല്ല കാട്ടൂർക്കടവ് നോവലിന് ഒരു പരിമിതിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ പൊതുവായിട്ടുള്ള കഥ എഴുത്തിന്റെ രീതികളുടെ ഒക്കെ തന്നെ ഒരു സ്വഭാവമാണ് അതിനുള്ളത്. പ്രത്യേകിച്ചും അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കാട്ടൂർ എന്ന് പറയുമ്പോൾ എന്റെ ഒട്ടുമിക്കവാറും കഥകളുടെ ഒരു പശ്ചാത്തലം അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ തന്നെ ഒരു വിപുലീകൃതമായ രൂപമായിട്ടാണ് അത് വന്നിട്ടുള്ളത്. അപ്പോ ആവർത്തനം അതുപോലെ തന്നെ പല സംഗതികളൊക്കെ തന്നെ പല കാഴ്ചകൾ മണങ്ങൾ ഒക്കെ ഈശ നേരത്തെ പറഞ്ഞ ആ സംഗതികളൊക്കെ തന്നെ പണ്ട് കഥകളിൽ എഴുതിയതൊക്കെ ഇതിലൊക്കെ കുറച്ചൊക്കെ ആവർത്തിച്ചിട്ടുണ്ടാവാം. ശൈലികളൊക്കെ തന്നെ എന്റെ കഥകളെ പിന്തുടരുന്ന ചില ആൾക്കാരൊക്കെ ആ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ആവർത്തനമുണ്ട്. മാത്രമല്ല എനിക്ക് എന്റെ ഗ്രാമത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയുന്നില്ല. ഒരു എഴുത്തുകാരന് ഒരു നിലപാട് തറയുണ്ടായിരിക്കും. അതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അവന് ശക്തി കുറവായിരിക്കും. ചില ഭൂതങ്ങൾ ഉണ്ടല്ലോ, അവർക്ക് അവരുടെ തറയിൽ തൊട്ട് കഴിഞ്ഞാലേ ശക്തി കിട്ടുള്ളൂ. MT വാസുദേവൻ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ കൂടല്ലൂരിനെ കുറിച്ച് എഴുതുമ്പോഴാണ് അദ്ദേഹം ശക്തനാവുന്നത്. അത് വിട്ട് വേറെല്ലായിടത്തേക്കും പോകുമ്പോൾ ശക്തി കുറയും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം മറ്റേ നമ്മുടെ ഭീമന്റെ നോവലിലൂടെ 2-ാം മുഴത്തിലൂടെ അത് മാറ്റി. ഞാനിപ്പോ എന്നെ ഒന്ന് പുതുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നോവൽ. കാട്ടൂർക്കടവുമായിട്ട് അതിനൊരു ബന്ധമില്ല. വേറൊരു വിഷയമാണ്, വേറെ സ്ഥലമാണ്. സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലോകമാണ്. അതില് നമ്മുടെ ഈ കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകത്തിലെ പല രാജ്യങ്ങളും കടന്നു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അതൊരു വലിയ സംഭവമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ഒരുപക്ഷെ ചില ആൾക്കാർ ചോദിക്കുമായിരിക്കാം, കാട്ടൂർക്കടവ് എഴുതിയ ആള്, കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട കൃതിയാണ്, അപ്പൊ അത് എഴുതിയ ആളാണോ ഇത് എഴുതിയെന്നുള്ള ആശങ്കപ്പെടാമായിരിക്കാം. കാരണം വേറൊരു സംഗതി നമ്മൾ എഴുതുമ്പോൾ, ഞാൻ കഥകളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നീട് നോവൽ എഴുതിയപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമായില്ല. കഥകളിലുള്ള മാതിരി ഒരു കൈയടക്കമോ ഒരു ഭദ്രതയോ ഒന്നും ഇതിലില്ലല്ലോ എന്നുള്ളൊരു വിമർശനം അവർക്കുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. നമ്മളെ പിന്തുടരുന്ന ആൾക്കാർക്ക് നമ്മൾ വഴി തെറ്റുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്നതിന് വ്യത്യസ്തമായി നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടാവില്ല. ഒരുപക്ഷെ ആ ഇഷ്ടക്കേട് പുതിയ നോവലിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർത്തും വേറൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ഇങ്ങനെയൊരു ചർച്ചയും ഒക്കെ തന്നെ എൻ്റെ കൃതിയുമായി ബന്ധപ്പെട്ടുണ്ടായത് സന്തോഷമുണ്ട്. ഇപ്പൊ ഇവിടെ പങ്കെടുത്ത കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഈ നോവലൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ജിഷയുടെ ഒരു അവതരണം വായിക്കാത്തവരെ കൂടി അത് ആ ഒരു വർത്തമാനത്തെ ആകർഷിക്കാൻ പര്യാപ്തമായിരുന്നു എന്ന് ഞാനിപ്പോ ഓർക്കുകയാണ്. അത് നന്നായി. അല്ലെങ്കിൽ അവർ അന്തം വിട്ട് പോയേനെ, അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യമായി തോന്നിയേനെ. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ എൻ്റെ നോവൽ ഇങ്ങനെ ഒരു ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്ന നന്ദി പറഞ്ഞുകൊണ്ട്, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ജിഷയ്ക്കും ഹേമയ്ക്കും, പ്രത്യേകിച്ച് പ്രദീപ് കുമാർ അദ്ദേഹം ഉണ്ടെന്ന് വിചാരിക്കുന്നു, അദ്ദേഹത്തിനൊക്കെ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. സന്തോഷം സർ. സർ 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വിരോധമുണ്ടോ? അത് പറയാ. ഇവിടെ കുറച്ച് പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാനൊന്ന് ചോദിച്ചു തുടങ്ങാം. ജിഷയും ഇവിടെ തന്നെ ഉണ്ട്. ഇതിന് ഈ നോവലിന് ഒരു പ്രവചനാത്മകമായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ട് എന്ന് ഇതില് ചില സംഭവങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ പ്രളയം, പിന്നെ യൂറോപ്പിലെ യാത്രക്കിടെ പ്രളയം കണ്ട് നാട്ടിലേക്ക് എത്തുന്ന, പിന്നെ ഈ വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് തിരിക്കുന്ന ടാക്സിയിൽ കയറുമ്പോൾ ആ ടാക്സി ഡ്രൈവർ പറയുന്നുണ്ട്, ഈ നാട് നമ്മൾ നശിച്ചു കഴിഞ്ഞു, പിന്നെ ഇതുപോലെ മുഖ്യമന്ത്രി വന്നിരുന്ന് പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ, നമ്മൾക്ക് ഒന്നുമില്ല, നമ്മൾ തെണ്ടേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു പ്രവചനാത്മക സ്വഭാവം ഉണ്ട്. 2022 എഴുതിയ നോവലാണ്. പക്ഷെ പിന്നീട് അത് കൃത്യമായിട്ട് നടപ്പിലാവുന്നത്, അത് ചോദ്യം ചെയ്യപ്പെടുന്നത്, ഭരണ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതും ഒക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് എങ്ങനെയാണ് ഒരു നോവലിലേക്ക് അത് കൊണ്ടുവരാനുള്ള ഒരു വികാരം ഉണ്ടായത് എന്നൊന്ന് വിശദീകരിക്കാമോ, അതിന്റെ ഒരു പശ്ചാത്തലം? പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവചനം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഹേമയുടെ നിലപാടിനോട് യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് അങ്ങനെ ഒരു പരാജയം ഉണ്ടായിട്ടില്ലല്ലോ.
ഉദാഹരണത്തിന് പ്രളയം എന്ന് പറയുന്നത് നമ്മുടെ ആകെ തകർത്ത് കളഞ്ഞാണ്. നമ്മുടെ സാമ്പത്തികവും ഒക്കെ തന്നെ തകർത്ത് കളഞ്ഞു. പക്ഷെ നമ്മൾ അതിജീവിക്കുകയാണ് ഉണ്ടായത്. അതിൽ നമുക്കൊരു പരിക്കും പറ്റിയെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. നമ്മളത് മറന്നുപോയി. വാസ്തവത്തിൽ അങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടായെന്നും അതിലൂടെ നമ്മുടെ ആകെ തകർന്നു പോയെന്നും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നു പോയെന്നും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ആ മുറിവുകൾ ഉണങ്ങി. അതല്ലേ ഉണ്ടായത്. പ്രളയം മാറ്റി നിർത്തുമ്പോൾ ബാക്കിയുള്ളതെല്ലാം പിന്നീട് നടന്ന സംഭവങ്ങളല്ലേ വർഷങ്ങൾക്ക് അതെ. ശേഷം. ഇതില് ഡ്രൈവർ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മളുടെ കേരളത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഇതില് നമുക്ക് എന്താണ് തെണ്ടേണ്ടി വരും, കേരളം തെണ്ടേണ്ട ഒരു അവസ്ഥയിലാണ്. അതാ ഓൺ ദ സ്പോട്ടിൽ പറയുന്നതല്ലേ. ഓൺ ദ അതെ. സ്പോട്ടിൽ പറയുന്നില്ലേ. പക്ഷെ പക്ഷെ ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഹേമ ഉദ്ദേശിക്കുന്നത് ഭരണമാറ്റമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ. പക്ഷെ തീർച്ചയായിട്ടും അത് കേരളത്തിന്റെ ഒരു തകർച്ചയുടെ ഒരു ലക്ഷണമല്ല. അല്ല, കേരളത്തിന്റെ തകർച്ചയുടെ ഭാഗമായിട്ട് സംഭവിച്ച ഒരു കാര്യമാണെന്ന് ആരും ഇതുവരെ വിലയിരുത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് പ്രളയം ഉണ്ടായി, കോവിഡ് ഉണ്ടായി, അതുപോലെ തന്നെ നിരവധി ഉരുൾപൊട്ടൽ ഉണ്ടായി, നിപ്പ ഉണ്ടായി. എന്നെങ്കിൽ പോലും നമ്മളിപ്പോഴും നമ്മള് സാമ്പത്തിക ഭദ്രതയുള്ളവരാണ്. ഒരു തരത്തിലുള്ള തകർച്ചയും നമുക്ക് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ലോകത്ത് ഒരു സംസ്ഥാനത്തിനും ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് അതിനെ തരണം ചെയ്ത് ഇത്രയും ഭദ്രമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ എന്റെ വീട് ഇരിക്കുന്ന പരിസരം തന്നെ നോക്കുക, ഒരു 70% വീടുകളും തകർന്നു പോയതാണ്. അപ്പൊ അവിടെ സംഭവിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ആ വീടുകളൊക്കെ വളരെ ചെറുതും വളരെ ദുർബലമായിരുന്നു. പക്ഷേ സർക്കാർ സഹായത്തോടു കൂടി പുതുക്കി പണിതപ്പോൾ ഇപ്പൊ അതൊരു മനോഹരമായ സ്ഥലമായി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അവരുടെയൊക്കെ നല്ല, പണ്ടൊക്കെ ഓട് വീടുകളും മൺവീടുകളൊക്കെയാണ് തകർന്നു പോയത്. ഇപ്പൊ ഒക്കെ ടെറസ് വീടുകളും നല്ല കോൺക്രീറ്റ് വീടുകളും നല്ല അതാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈ ചെറിയ വീടുകളാണെങ്കിൽ പോലും ഒരു ഭംഗിയുള്ള വീടുകളൊക്കെ ആയി മാറി. അതാണ് കേരളത്തിന് സംഭവിച്ചത്. മറ്റു പല സംഗതികളുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമുക്കൊരു സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒരു തകർച്ച ഉണ്ടായിട്ടില്ല. ഇതില് പറയുന്ന ഒരു സെന്റൻസ് ആണ് എന്നെ കൊണ്ട് അത് ചോദ്യം ചോദിപ്പിച്ചത്. അതായത് അത് ഞാൻ മുഖ്യമന്ത്രി പറയാണ്, എല്ലാ അത് ദിവസവും അന്നത്തെ സ്പോട്ടിലാണ്. അതായത് അത് ഞാൻ ഇതിപ്പോ ഈ നോവൽ എഴുതുന്ന സമയത്ത് ഇതിൽ എന്റെ ഒരു അനുഭവമാണ്. ഈ പ്രളയം ഉള്ള സമയത്ത് ഞാൻ അവിടെ ഇല്ല, ഞാൻ ജർമ്മനിയിലാണ്. ഞാൻ തിരിച്ചു വരികയാണ്. അത് വാസ്തവത്തിലുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ജർമ്മനിയിൽ ഇരുന്നിട്ട് ഞാൻ ആലോചിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്കൊക്കെ വരാറുണ്ടല്ലോ, നമ്മുടെ രാജസ്ഥാനിൽ നിന്ന്, അല്ലെങ്കിൽ രാജസ്ഥാനിലെ വരൾച്ച, അതുപോലെ തന്നെ ഒറീസയിലെ വെള്ളപ്പൊക്കം, ബീഹാറിലെ മറ്റേ പ്രശ്നം, ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സഞ്ചിയും കൊണ്ട് കുറെ ആൾക്കാർ വരാറുണ്ടല്ലോ. അപ്പൊ ഞാൻ അവർക്ക് നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കും, മുണ്ട് കൊടുക്കും. അവരുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവാറുണ്ട്. അത് അവിടുത്തെ ഡിവിഷൻ മജിസ്ട്രേറ്റ് കൊടുക്കുന്നതാണ്. അപ്പൊ ആനന്ദ് എന്നോട് പറയാറുണ്ട്, ആനന്ദ്, നമ്മുടെ എഴുത്തുകാരൻ ആനന്ദ് പറയാറുണ്ട്, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പൊ പ്രളയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഗ്രാമം ആകെ തകർന്നു, കന്നുകാലികൾ മുഴുവൻ ചേർത്തു, വിളകൾ മുഴുവൻ പോയി, വീടാകെ തകർന്നു. അങ്ങനെ തകർന്ന ജനങ്ങൾ മുഴുവൻ ആലംബമില്ലാണ്ട് ഇങ്ങനെ നഗരത്തിലേക്ക് വരും. അതായത് അവരുടെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരും. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നിട്ട് അല്ലെങ്കിൽ താലൂക്ക് കച്ചേരിയുടെ മുമ്പിൽ അവരിങ്ങനെ ദിവസങ്ങളോളം കാത്തിരുന്ന് കഴിഞ്ഞിട്ട് കയ്യിലുള്ള കാശ് കൈക്കൂലി കൊടുത്ത് അവിടുത്തെ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ തഹസിൽദാരോ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇവര് വീട് മുഴുവൻ തകർന്നവരാണ്, നഷ്ടപ്പെട്ടവരാണ്, അതുകൊണ്ട് ഇവര് പോയിട്ട് ഇവര് നിങ്ങളുടെ അടുത്ത് വരികയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഇവർക്ക് കൊടുക്കണം എന്നുള്ളത്. ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കലാണ് അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നോട്. അപ്പൊ ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ അവർ എഴുതിയത്. ഡ്രൈവറുടെ ആശങ്ക അതാണ്. നമ്മള് കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ട്, നമ്മളിപ്പോ കേരളത്തില് ഈ ഗോസായിമാര് വരുമ്പോ നമ്മൾ കളിയാക്കിയിരുന്നത്, നമ്മൾ ഇനിയിപ്പോ മറ്റു രാജസ്ഥാനിലോ ആന്ധ്രാപ്രദേശിലോ പോയിട്ട് നമ്മൾ തണ്ടേണ്ടി വരുമോ എന്നുള്ള പേടിയാണ് നമുക്കുണ്ട് അന്ന്. പക്ഷെ അത് വേണ്ടിയൊന്നുമില്ല. അതെ, ഈ വിമർശനം പിന്നീടും പല ഘട്ടങ്ങളിലും കേരളം കേട്ടു. വിദേശത്തേക്ക് കുട്ടികൾ, ബ്രെയിൻ ഡ്രെയിൻ ആണല്ലോ ഇപ്പൊ സംഭവിക്കുന്നത്. വിദേശത്തേക്ക് കുട്ടികളെല്ലാവരും പഠിക്കാൻ പോകുന്നു, പിന്നെ അവർ തിരിച്ചു വരുന്നില്ല. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് നമ്മളുടെ പിന്നെ സാമ്പത്തികമായിട്ടും വലിയ തകർച്ച ഉണ്ടാവും എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. ഈ സമയത്തെല്ലാം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുന്നു. അപ്പൊ ഒന്നും പ്രശ്നമില്ല, എല്ലാം ഭദ്രമാണ് എന്ന് അദ്ദേഹം പറയുന്നതിന്റെ അതിനെതിരെയുള്ള വിമർശനങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇതിൽ പറയുന്ന ഒരു വാചകം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ന്
തോന്നിയത് കൊണ്ടാണ്. മുഖ്യമന്ത്രി എല്ലാ ദിവസവും ടിവിയിൽ വന്ന് പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല എന്ന്. അതൊരു സുഖിപ്പിക്കലാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് കണക്ട് അതെ ചെയ്തിട്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നീട് പല അതെ ആവർത്തി ഇത് ആവർത്തിക്കപ്പെട്ടല്ലോ. അപ്പോഴെല്ലാം ആ- വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആവർത്തിക്കപ്പെട്ടിട്ടില്ല. ആവർത്തിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇപ്പൊ ഇന്നൊരു ഡ്രൈവർ അങ്ങനെ പറയോ? അല്ല, അന്ന് കാലഘട്ടത്തിൽ പൊതു ഈ വിമർശനങ്ങൾ കാലഘട്ടത്തില് ഉണ്ടായിട്ടുണ്ട്. അന്ന് അന്ന് പ്രളയം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഡ്രൈവർ ആശങ്കപ്പെട്ടത്. ഉം. ഇന്ന് അത് കഴിഞ്ഞിട്ട് എത്രയാണ് 6 8 കൊല്ലമായല്ലോ. അതെ. ഈ 8 കൊല്ലം കഴിഞ്ഞ ആ ഡ്രൈവർ അത് പറയോ? ഇല്ല. ഇല്ല. അയാൾക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അയാളുടെ വീട് തകർന്നിട്ടുണ്ടെങ്കിൽ അത് പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പോ അവിടെ ഒന്നും ഒരു പെശക് പറ്റിയിട്ടില്ല. അപ്പൊ അത് അതാണ് ഞാൻ കേരളത്തിന്റെ ഒരു വലിയ ഒരു ചോദിക്കാനുണ്ടായ നേട്ടമാണ്. നമ്മൾ ഒരിക്കൽ പോലും അത് മറക്കാൻ പാടില്ല. ഇപ്പൊ ഇലക്ഷനിൽ തോറ്റു, അല്ലെങ്കിൽ ബൈക്കിന് പാർട്ടി ഇലക്ഷനിൽ തോറ്റു എന്നൊക്കെ പറഞ്ഞല്ലോ നടത്തില്ല. അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ജനകീയ ആസൂത്രണം കഴിഞ്ഞ കാലത്ത് തോറ്റു. അതുപോലെ തന്നെ 50% സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുത്ത സർക്കാർ പിന്നത്തെ ഇലക്ഷനിൽ തോറ്റു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് രാജ്യം കേസൊക്കെ നടന്ന് പിന്നത്തെ ഇലക്ഷനിൽ രാജനെ ചവിട്ടിക്കൊന്ന ആൾക്കാർ ജയിച്ചു. വമ്പിച്ച ഭൂരിപക്ഷമാണ് അവർക്ക് കേരളം കൊടുത്തത്. അതൊന്നും ഇലക്ഷനിൽ തോൽക്കലും ജയിക്കലും തമ്മിലൊന്നും സാമൂഹ്യ പരിവർത്തനം അല്ലെങ്കിൽ നന്മ തിന്മകളും തമ്മിലൊന്നും വലിയ ബന്ധമൊന്നുള്ള ഒരു കാര്യമില്ല. അപ്പോ ആ മട്ടില് പോകാൻ പാടില്ല. ഇപ്പോ വിദേശത്തേക്ക് കുട്ടികൾ പോകുന്നു എന്നുള്ള ഒരു വിമർശനമായിട്ട് പലപ്പോഴും പറയാറുണ്ട്. വിദേശത്തേക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ലോകം എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ്. ഇപ്പൊ എന്റെ മോൻ, എന്റെ കുട്ടികള് ഒരാൾ എഞ്ചിനീയർ കഴിഞ്ഞിട്ട് പോയത്, ഒരാള് PhD കഴിഞ്ഞിട്ടാ പോയത്. ഇവർ രണ്ടുപേരും പോയി എന്നുള്ളത് കേരളത്തിന്റെ ഒരു ഫലമല്ലേ? എന്റെ കുട്ടി ഒരു എയ്ഡഡ് സ്കൂള് അല്ലെങ്കിൽ സർക്കാർ സ്കൂള്, അവിടെ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു കുട്ടിയാണ് രണ്ടുപേരും. അവർ കേരളം കടന്നു പോയി എന്നുള്ളത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിന്റെ അടിസ്ഥാന വിദ്യാഭ്യാസം അത്രയും ഭദ്രമാണ്. ലോകത്തെ ഏത് യൂണിവേഴ്സിറ്റി പോയി പഠിക്കാനും ഏത് സ്ഥലത്ത് പോയി ജോലി ചെയ്യാനും പ്രാപ്തനാണ് അവൻ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ അവന് എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് പോയിട്ട് ജോലി ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്. ആ ഒരു പ്രാപ്തിയിലേക്ക് കേരളത്തിലെ കുട്ടികളെ, പുതിയ തലമുറ എത്തിക്കാൻ കഴിഞ്ഞു. നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട നാളെ കുട്ടികള് കേരളത്തെ സ്വയം പര്യാപ്തമാക്കിയിട്ട് ഇവിടെ തന്നെ നിർത്താമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. കാരണം എന്റെ കാട്ടൂരിനെ കുറിച്ച് ഞാൻ വിചാരിക്കുന്ന പോലെയാണ്. ഞാൻ കാട്ടൂരിൽ തേക്കുമൂല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഞങ്ങൾ തൊട്ടടുത്ത ജംഗ്ഷൻ ഉണ്ട്. അവിടേക്ക് എന്റെ വീട്ടിൽ നിന്ന് പോണ പോലെയാണ് ഇപ്പൊ കുട്ടി സ്വിറ്റ്സർലൻഡിലേക്ക് പോണത്. കാരണം അവന്റെ കൈവെള്ളയിലാണ് ലോകം. ഇതൊരു ഗ്രാമമായി മാറിക്കഴിഞ്ഞു. ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇത് പലപ്പോഴും കേരളത്തിന്റെ ഒരു സാമ്പത്തികാവസ്ഥ അപഗ്രഥിക്കുമ്പോൾ പലരും വിമർശനാത്മകമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളൊക്കെ വല്ല ബംഗാളികളെ പോലെ പൊറോട്ട അടിക്കാൻ പഠിക്കുന്നതാ നല്ലത്, ഇവിടെ ഒന്നും ഇനി ഒരു ഇതും ഇല്ല, വേറെ അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് പൊറോട്ട അടിച്ച് ജീവിക്കേണ്ടി വരും മലയാളി എന്നൊക്കെ വിമർശനം കേൾക്കാറുണ്ട്. എങ്ങനെ പറയാൻ പറ്റും സ്വാഭാവികമായിട്ടും ഹേമ? ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് പൊറോട്ട അടിച്ച് ജീവിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോയപ്പോ ബംഗാളികൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ ഈ പ്രാവശ്യം കൂട്ടത്തോട് പോയപ്പോ കേരളം നിശ്ചലായി. അത്രയധികം ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. എങ്ങനെ പറയാൻ പറ്റും നമ്മളെ പുറത്തു പോയിട്ട് പൊറോട്ട അടിക്കേണ്ടി വരുന്നത്? ഒരർത്ഥമില്ലാത്ത വിമർശനമല്ലേ അത്? നമ്മള് നോവലിനെ പറ്റി തിരിച്ചു വരികയാണെങ്കിൽ, ഈ നോവലിലെ കഥാപാത്രങ്ങൾ സാധാരണ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള നോവലുകളിൽ ആരും പിന്നെ യഥാർത്ഥ പേരുകൾ ഉപയോഗിക്കാൻ ധൈര്യപ്പെടില്ല. അങ്ങ് അത് ഉപയോഗിച്ചിരിക്കുകയാണ്. അത് ഇപ്പൊ KPS വാര്യർ പോലുള്ള അങ്ങനെ കുറെ പേരുടെ പേരുകൾ, യഥാർത്ഥ പേരുകൾ തന്നെ ഉപയോഗിച്ചിട്ടാണ് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് അതിനുള്ള ഒരു ധൈര്യം ഉണ്ടായത്? ഇതിന് വിമർശനം ഉണ്ടായോ പിന്നീട്? വിമർശിക്കാനുള്ള സാധ്യത കുറവ്. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആൾക്കാരല്ലേ. അപ്പൊ അവരൊക്കെ പൊതുപ്രവർത്തകരും പൊതുജീവിതമുള്ളവരാണ്. പിന്നെ വേറൊരു ഉദ്ദേശമുണ്ട്. പിരിഞ്ഞാലക്കുട അല്ലെങ്കിൽ പഴയ കൊച്ചി രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, സോഷ്യലിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ, അവരുടെയൊക്കെ പേരുകൾ, PK കുമാരൻ, നമ്മുടെ PK മീനാക്ഷി ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. അതുപോലെ തന്നെ പലരും അതിൽ സാങ്കല്പിക കഥാപാത്രങ്ങളാണ്. ചക്രവാണിയൂരിയൊക്കെ സാങ്കല്പിക കഥാപാത്രമാണ്. MC ജോസഫ് ഉണ്ട്, ശരിയായിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അതിന്റെ ഇടകലർന്ന് വരുന്നുണ്ട് അവരൊക്കെ തന്നെ. അവരൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അവരൊക്കെ ചരിത്രത്തിൽ പേര് വരാത്ത നിരവധി ആൾക്കാരെ ചരിത്രത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു നോവലിന്റെ ദൗത്യമായിട്ട് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് എന്റെ ഗ്രാമത്തിലുള്ളവരെ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ അഭിമാനമാണ്. ഒരു നക്സൽ പ്രസ്ഥാനത്തിന്റെ അവരുടെ ഒരു
കാഴ്ചപ്പാടുകളെല്ലാം പല ഘട്ടങ്ങളിലും ഇതിലേക്ക് പറഞ്ഞു വന്നിട്ടുണ്ട്. അത് ഒരു പരാജയപ്പെട്ട ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനെ പറയുന്നത് അല്ലെ? ഏതിനെ? നക്സൽ പ്രസ്ഥാനത്തില് പ്രവർത്തിച്ച പലരുടെയും ജീവിതത്തിൽ അത് പിന്നീട് അവർക്കെല്ലാം പരാജയത്തിന്റെ ഒരു കയ്പ് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതല്ലേ? നക്സൽ പ്രസ്ഥാനം പോലെ തകർന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും വലിയൊരു മൂവ്മെന്റ് ആയിട്ട് വന്നത് കോൺഗ്രസ് പ്രസ്ഥാനമാണ്. പിന്നീട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പിന്നെ പലവിധ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ഹിന്ദുത്വ പ്രസ്ഥാനം, മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ തീവ്ര വിഭാഗങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തീവ്ര വിപ്ലവ പ്രസ്ഥാനം, അതായത് കമ്മ്യൂണിസ്റ്റ്, ലെനിനിസ്റ്റ്, മാർക്സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാവോയിസ്റ്റ് ഒക്കെ ആയി വന്നിട്ടുള്ള പ്രസ്ഥാനം പോലെ കേരളത്തിൽ പ്രത്യേകിച്ചും ഒമ്പിച്ച തകർച്ചയാണ് അതിനുണ്ടായിട്ടുള്ളത്. മാത്രമല്ല അത് ഞാൻ എൻ്റെ ഒരു കാലഘട്ടമാണ് അത്. ഞാൻ യുവാവായിരുന്ന കാലഘട്ടം, ഞാൻ വളർന്ന കാലഘട്ടം, എൻ്റെ അഭിരുചികൾ നിർണ്ണയിച്ച കാലഘട്ടം, അതിൻ്റെയൊക്കെ പിന്നാലെ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് അവര് സ്വയം തകർന്നു എന്ന് മാത്രമല്ല, അവരൊരു തലമുറയെ തന്നെ തകർക്കുകയും ചെയ്തു, എബോർട്ട് ചെയ്തു എന്ന് പറയാം. അതിന്റെ ദുരന്തം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കേരളത്തെ നയിക്കേണ്ട, കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വലിയ തലമുറയെ എബോർട്ട് ചെയ്തു കളഞ്ഞു. അധികം പ്രതിഭാശാലികൾ ഉന്മാദികളായി, ഭ്രാന്തന്മാരായി പലയിടങ്ങളിൽ അലഞ്ഞു. അതിലൊരു കഥാപാത്രം ഇപ്പൊ അടുത്ത എന്റെ നോവലിൽ വരുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ആചാര്യന്മാരെന്താ ചെയ്ത്? അവര് സ്വയം തള്ളിപ്പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സംഗതിയാണ് മാവോയിസം എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നത് വേണു ഇപ്പോ അങ്ങേറ്റം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനും മുതലാളിത്ത പക്ഷപാതിയും. നാളെ അദ്ദേഹം ഒരു ഹിന്ദുത്വവാദിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് സംഭവിക്കും. അപ്പൊ എത്രമാത്രം തകർന്ന ഒരു പ്രസ്ഥാനം വേറെയില്ല. സ്വാഭാവികമായിട്ട് എന്റെ പല കൃതികളിലും അത് വരുന്നുണ്ട്. കാരണം എന്നെയൊക്കെ എന്റെ തലമുറയെ ഏറ്റവും നശിപ്പിക്കാൻ പ്രാപ്തമായ ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞാൻ അതുപോലെ ഇതില് രാഷ്ട്രീയ നികൃഷ്ട ജന്തു, അതായത് ഉള്ളിലുള്ളത് സദാ മറച്ചു നടക്കുന്ന നികൃഷ്ട ജീവി എന്നൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരെ പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല അവര് പിന്നീട് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോയി സ്വന്തമായിട്ട് സ്വത്ത് ആർജിക്കുകയും പിന്നെ അവര് എന്ത് പ്രസ്ഥാനത്തിനെയാണോ എതിർത്തത് അത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് ആകൃഷ്ടരായി പോവുകയും ധനസമ്പാദനത്തിനുള്ള മാർഗമാക്കി ഇതിനെ കാണുകയൊക്കെ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലും മറ്റ് ഇതര പാർട്ടികളിലും നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നതാണല്ലോ ഇതിൽ ചിത്രീകരിക്കുന്നത്. അല്ല, എല്ലാ പ്രസ്ഥാനങ്ങളിലും അങ്ങനെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പ്രായമായ ആൾക്കാർ അവരുടെ സുരക്ഷിതത്വത്തിലേക്ക് പോയിട്ടുണ്ടാവാം, അധികാരത്തിന്റെ ഭാഗമായിട്ട് മരവിച്ചു പോയിട്ടുണ്ടാവാം. ഇപ്പോ നമ്മൾ പല പല സ്വാതന്ത്ര്യ സമര സേനാനികൾ തന്നെ വളരെ ജീർണമായ ഒരവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ അതൊന്നും ആ പ്രസ്ഥാനത്തെ ബാധിച്ചിട്ടില്ല. ഇപ്പൊ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം അഴിമതിക്കാരായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോഴും ഉണ്ടല്ലോ. കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം ഹിന്ദുത്വവാദികളായി പോയിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ മുഖ്യമന്ത്രിമാരിൽ തന്നെ ഈ BJP മുഖ്യമന്ത്രിമാരിലെ ഭൂരിഭാഗവും കോൺഗ്രസ് നേതാക്കന്മാരാണ്. പക്ഷെ കോൺഗ്രസ് തകർന്നിട്ടില്ലല്ലോ. വ്യക്തികൾക്കൊക്കെ ഉണ്ടാവുന്ന സംഗതിയെ നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്, താല്പര്യങ്ങളാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും പോയിട്ടുണ്ടാവാം. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ അതിന്റെ ഒരു വളരെ ശുഷ്കിച്ച ഒരു അവസ്ഥയിലാണ്, ജീർണമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ആണ് എന്നുള്ളത് കൊണ്ട് പല സംസ്ഥാനങ്ങളിലും അത് ഇല്ലാതെയായി. ഇപ്പൊ കേരളത്തിലെ അവസ്ഥയിലും ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ ഇത്. അപ്പോ അതിനെ പറ്റി കമ്മ്യൂണിസം എന്നുള്ളതിന്റെ ഏറ്റവും ചില വിമർശനം നേരിടുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടും കൂടി ഇതില് പരാമർശിച്ചത് ഒന്ന് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാവുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമല്ല, ലോകത്തിലെ എല്ലാ പുരോഗമന പ്രസ്ഥാനങ്ങളും തകർച്ചയിലാണ്. അതായത് എബ്രഹാം ലിങ്കന്റെ നാട്ടിൽ ട്രംപാണ് ഭരിക്കുന്നത്. എബ്രഹാം ലിങ്കന്റെ നാട്ടിൽ ട്രംപാണ് ഭരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവനായിട്ടുള്ള, ക്രൂരനായിട്ടുള്ള, തെമ്മാടിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇന്ന് അവിടെ ഭരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും വലതുപക്ഷ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യം ദീർഘകാലം മനുഷ്യ വിമോചനത്തിന്റെ ഭാഗമായിട്ട് സമരങ്ങൾ നടന്ന്
വിമോചനം നേടിയ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇന്ന് മതാധികാരികൾ തിരിച്ചു വന്നിരിക്കുകയാണ്. രാജഭരണം അതേ മട്ടിൽ തിരിച്ചു വന്നില്ലെങ്കിലും ഫാസിസമായിട്ട് അത് പുനരവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും ജനാധിപത്യം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്, മതാധിപത്യത്തിലേക്ക് തിരിച്ചു വന്നു. നമുക്ക് ഓരോ രാഷ്ട്രങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ അറിയാം. അപ്പൊ പിന്നെ പുരോഗമന പ്രസ്ഥാനങ്ങൾ മുഴുവൻ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നെഹ്റു എന്ന് പറയുന്ന മഹാമനുഷ്യൻ ഉണ്ടായിരുന്നിടത്ത് മോഡി എന്ന് പറയുന്ന പിന്തിരിപ്പനല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോ ഒരു വലിയ ജനാധിപത്യ പ്രസ്ഥാനമായിരുന്ന കോൺഗ്രസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് കോൺഗ്രസ് വളരെ ശോഷിച്ച് അവിടെ ഇപ്പൊ BJP പോലെ ഒരു വർണ്ണ പാർട്ടിയല്ലേ ഭരിക്കുന്നത്, മുഖ്യ ശക്തിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലോകത്തിലെല്ലായിടത്തും കഴിഞ്ഞ നൂറ്റാണ്ടില് ജനാധിപത്യവും മതേതര പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷമൊക്കെ മുന്നേറിയിരുന്ന ഒരു ചരിത്ര സന്ധിയിൽ ഇന്ന് നേരെ തിരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്നു, കോൺഗ്രസിനെ ബാധിക്കുന്നു, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. മറ്റൊരു ചോദ്യം, ഈ കാട്ടൂർക്കടവില് ഇപ്പൊ ഈ പ്രളയത്തിനെ പറ്റിയിട്ട് തന്നെ പറയുമ്പോൾ തന്ത്രപരമായിട്ട് ഡാമുകളെല്ലാം തുറന്നിട്ട് സർക്കാർ പ്രളയമുണ്ടാക്കി. എന്നിട്ട് നേതാവ് തന്നെ രക്ഷകനായിട്ട് അവതരിച്ചു, നാടകം കളിച്ച് ജനങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം ഇവിടെ ജനങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുകയും അടുത്ത കാലത്ത് ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് അത് വലിയ ഒരു ബ്രേക്കിംഗ് സ്റ്റോറി ആയിട്ട് വരികയും ചെയ്ത ഒരു സംഭവമാണ്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഇത് സ്വയം അത് അത്തരം കാര്യങ്ങൾ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കും ഇതിൽ എഴുതിയത്. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അതായത് പ്രളയത്തിനെ സംബന്ധിച്ച് തന്നെയാണ്. ഡാമുകൾ തുറന്നിട്ട് പ്രളയമുണ്ടാക്കി സർക്കാർ, എന്നിട്ട് നേതാവ് രക്ഷകനായി അവതരിച്ചു, നാടകം കളിച്ച് ജനങ്ങളെ പറ്റിച്ചു എന്ന് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. കാട്ടൂർക്കടവിന്റെ പിന്നെ ഹലോ സർ, കേൾക്കുന്നില്ലേ? ജിഷ കേൾക്കാമോ? എന്നെ കേൾക്കാമോ ജിഷ? ഹലോ കേൾക്കുന്നുണ്ട്. ജിഷ കേൾക്കുന്നുണ്ട്. സാറിന് കേൾക്കാമോ ഇപ്പോ? ഹലോ കേൾക്കാമോ? ഹലോ സർ, മറ്റു പലർക്കും ചോദ്യം ചോദിക്കാനുണ്ട്. താഴെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസിംഗ് ബട്ടൺ പ്രസ് ചെയ്ത് ചോദിക്കണം. ഹലോ, ഓക്കെ ജിഷ. കുറച്ചു നേരം എനിക്ക് കേൾക്കാൻ പറ്റിയിരുന്നില്ല. അതെയോ? സർ, ഞാൻ ചോദിച്ചത് ഈ കാട്ടൂർക്കടവിലെ പ്രളയം സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഈ ഡാമുകൾ തുറന്നിട്ട് പ്രളയം ഉണ്ടാക്കി സർക്കാർ തന്നെ, അതിനുശേഷം നേതാവ് രക്ഷകനായിട്ട് അവതരിച്ചു, നാടകം കളിച്ച് ജനങ്ങളെ പറ്റിച്ചു എന്ന് ഒക്കെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അത് പിന്നീട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് പോലും വലിയ ഒരു അതിനെ സംബന്ധിച്ച് വലിയ ബ്രേക്കിംഗ് സ്റ്റോറീസ് ഒക്കെ വന്നതുമാണ്. അപ്പൊ ഇത് വാസ്തവത്തിൽ ജനം വെറുതെ പറഞ്ഞു നടന്നതല്ല, സത്യമാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാമോ സർ? ഇതിൽ പറയുന്നത് കൂടി കൊണ്ട് സാറിന് അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? അത് പറഞ്ഞത് അതില് സോഷ്യൽ മീഡിയയിൽ നടന്നൊരു ചർച്ചയല്ലേ? സോഷ്യൽ മീഡിയ മാത്രമല്ല, പത്രങ്ങളും പിന്നെ ബ്രേക്കിംഗ് സ്റ്റോറീസ് ഒക്കെ ആയിട്ട്. അല്ലല്ല, എന്റെ നോവലില് സോഷ്യൽ മീഡിയ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചർച്ചകളൊക്കെ അതില് ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് രണ്ടുപേര് തമ്മിലുള്ള സംവാദമാണ് അതില്. ഒന്ന് അങ്ങേയറ്റം ഇടതുപക്ഷ വിരുദ്ധനായ ദിമിത്രി. അതായത് അദ്ദേഹം ഇടതുപക്ഷ വിരുദ്ധനാവാൻ ഒരു കാരണമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മുറിവുകൾ, അദ്ദേഹത്തിന്റെ ബാല്യകാല അനുഭവങ്ങൾ. അദ്ദേഹം എല്ലാവരെയും വെറുക്കുന്നു, സമൂഹത്തെ മുഴുവൻ വെറുക്കുന്നു, തന്നെ വെറുക്കുന്നു, തന്റെ അമ്മയെ വെറുക്കുന്നു, അല്ലെങ്കിൽ അമ്മയായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. തന്നിൽ ഒരു അസന്മാർഗികം എന്ന് പറയാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഓഫീസിലെ കൈക്കൂലി പോലുള്ള സംഗതികളൊക്കെ ആയിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാള്. അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല, അദ്ദേഹത്തെ അങ്ങനെ ആക്കിയതാണ്. ആ നോവലിലെ സബ്ജക്ട്. അപ്പൊ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഇടപെട്ട് നടക്കുന്ന ചർച്ചയിൽ പറയുന്ന അഭിപ്രായങ്ങളാണ്. ഞാൻ എൻ്റെ ആ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രമാത്രം റിയാക്ഷണറി ആയി, ഇത്രമാത്രം സാമൂഹ്യ വിരുദ്ധപക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു തൊഴിലാളി വർഗത്തിന്റെ നിന്ന് വന്ന ഒരു പുത്രൻ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ആ നോവലിലെ വിഷയം. അപ്പൊ ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നതിന് വേണ്ടി അയാളെ ഒരു നമ്മൾ സാമൂഹ്യ വിരുദ്ധർ, കൈക്കൂലിക്കാർ, പുരോഗമന വിരുദ്ധർ, എന്തിനേയും എതിർക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരൊന്നും വെറുതെ ഉണ്ടാവുന്നതല്ല, നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നമ്മുടെ തെറ്റുകൊണ്ട് തന്നെ സംഭവിക്കുന്നതാണെന്നാണ് ആ നോവലിലെ സബ്ജക്റ്റ്.
അപ്പൊ ആ ക്യാരക്ടറിനെ സൃഷ്ടിക്കുമ്പോൾ അയാളുടെ സംഭാഷണം ഞാൻ അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതാണ് ആ കാലഘട്ടത്തിൽ നടന്നൊരു ചർച്ച. അതായത് പ്രളയം വെറുതെ ഉണ്ടായതല്ല, പ്രളയം എന്താണ് ഡാമുകൾ തുറന്നു വിട്ടിട്ടുണ്ടെന്നുള്ളത് അന്ന് ആ കാലഘട്ടത്തിൽ പ്രബലമായിട്ട് കേരളത്തിൽ കോൺഗ്രസും RSSഉം ഒക്കെ തന്നെ പ്രചരിപ്പിച്ച ഒരു കാര്യമാണ്. അത് സത്യമാണോ മിഥ്യയാണോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ തന്ത്രമാണോ എന്നുള്ളത് കാര്യത്തിൽ ഞാനിപ്പോൾ അഭിപ്രായമൊന്നും പറയുന്നില്ല. ഹേമയ്ക്ക് സ്വന്തം നിലയ്ക്ക് അതിന്റെ യുക്തി അനുസരിച്ച് വേണമെങ്കിൽ അത് സത്യമാണെന്നോ നുണയാണെന്നോ സത്യമാണെന്നോ ഒക്കെ വിചാരിക്കാം. ഞാൻ അതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു വ്യക്തി തന്നെ അത് പിന്നീട് തുറന്നു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദ്യം ഇവിടെ വന്നത്. മനസ്സിലായി സർ. അതുപോലെ ഇതിലിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ അഴിമതി, അതായത് കൈക്കൂലി വാങ്ങിച്ച് ഒരു വ്യക്തി ദിമിത്രിയെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയാണല്ലോ വിജിലൻസ്. അപ്പോൾ അതിൽ ഒരു ചർച്ചയിൽ പറയുന്നുണ്ട് ഈ ചില മാമൂലുകളുണ്ട്, മാമൂലുകൾ പിന്നെ അത് അനുവദിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ടോണാണ് അതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മാമൂലുകൾ അനുവദിച്ചു കൊടുക്കാം, പക്ഷെ മറ്റുള്ളത് വാങ്ങിക്കുന്നതൊക്കെ കൈക്കൂലിയാണ് എന്നുള്ളത്. അപ്പൊ ഇത് നമ്മളുടെ സർക്കാരിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഇതൊക്കെ ചിലത് അനുവദനീയമാണെന്നുള്ള രീതിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ജനത്തിന് അറിയ പോലും ഇല്ല ഇത് തെറ്റാണെന്നുള്ളത്. അത് ഫീസാണെന്ന് വിചാരിച്ച് കൊടുക്കുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് രജിസ്ട്രേഷൻ വകുപ്പിലൊക്കെ ഇരുന്ന ഒരാളല്ലേ, അപ്പോൾ ഇതെല്ലാം നേരിട്ട് കാണാൻ ഇടവന്ന കാര്യങ്ങളാണോ ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യം, ഹേമ നോവൽ വായിക്കുമ്പോൾ അതൊരു നോവൽ എന്ന് പറയുന്ന ഒരു ജനാധിപത്യപരമായിട്ടുള്ള സാഹിത്യ രൂപമാണ്. അതിൽ വില്ലനുണ്ട് നായകനുണ്ട്, അവർ തമ്മിൽ സംവാദം നടക്കും. അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ എടുത്തിട്ട് അത് നോവലിസ്റ്റിന്റെ ന്യായീകരണമാണ് എന്നുള്ളത് നിലയ്ക്ക് വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇപ്പോ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി എന്നുള്ളത് എഴുതിയതിന്റെ കുറ്റം നമ്മൾ ഒരിക്കൽ പോലും വാൽമീകിയിൽ ചുമത്താൻ പാടില്ലല്ലോ. അത് അതിലെ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവമല്ലേ. പിന്നെ മറ്റൊരു കാര്യം, എനിക്കത് എഴുതാൻ കഴിഞ്ഞത് ഞാനത് എഴുതാൻ കഴിഞ്ഞത് ഞാൻ രജിസ്ട്രേഷൻ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെയാണ്. കൈക്കൂലിക്കെതിരായിട്ട് നിന്നതിന്റെ ഭാഗമായിട്ട് ആ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിന്നതിന്റെ ഒരു ദുരന്തം, പ്രത്യേകിച്ച് ഈ UDF ഒക്കെ ഭരിക്കുന്ന കാലഘട്ടത്തിലെ ക്രൂരമായ കൈക്കൂലിയാണ്. ഞാനിപ്പോ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസ് വന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, UDF വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രളയം ഉണ്ടാവും, അല്ലെങ്കിൽ ആകെ കേരളം മുങ്ങിപ്പോകുന്നു, ആകെ വഷളാവും എന്നുള്ളതല്ല. നമ്മുടെ സർക്കാർ ഓഫീസുകൾ വീണ്ടും കൈക്കൂലി മുഴുവൻ ഇല്ലാതായിരുന്നൊന്നും ഞാൻ പറയുന്നില്ല, മുമ്പ് 10 കൊല്ലം, പക്ഷെ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഹേമ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊക്കെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന 2011 മുമ്പുള്ള ആ ഒരു കാലത്ത്, 2011 ഞാൻ PSCയിലേക്ക് പോകുന്നത്. അന്ന് ഭരിച്ചിരുന്ന ആൾക്കാര് ഈ സബ് രജിസ്ട്രാർമാര് വാങ്ങിക്കുന്ന കൈക്കൂലിയിൽ ഒരു പങ്ക് മേടിക്കാൻ വേണ്ടി അതിന്റെ ഭരണ സംവിധാനം ഒരു ഓഫീസ് തന്നെ തുറന്നിരുന്നു തൃശ്ശൂർ. അതായത് സ്ഥലമാറ്റത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും, വൈകുന്നേരം മദ്യപിക്കാനും, വൈകുന്നേരങ്ങളിൽ ചർച്ച ചെയ്യാനും. അപ്പോൾ വൈകുന്നേരം സബ് രജിസ്ട്രാർമാരൊക്കെ വരും, അവര് അവിടെ വേണ്ടത്ര കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഈ രാഷ്ട്രീയ നേതാക്കന്മാർ, മന്ത്രിയുടെ ആൾക്കാർ, മന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ അവിടെ വരും. അങ്ങനെ ഒരു ജീർണമായ ഒരു അവസ്ഥ അത് നമ്മുടെ സർക്കാർ സർവീസിലുണ്ടായിരുന്നു. അത് തിരിച്ചു വരുമെന്നാണ് എൻ്റെ ഒരു പേടി. എന്നാൽ അന്ന് ആ കാലഘട്ടത്തിൽ ഞാനൊക്കെ അനുഭവിച്ച പീഡനം വളരെ വലുതാണ്. കാരണം ഞാനൊന്ന് സബ് രജിസ്ട്രാറായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളെയൊക്കെ പന്ത് തട്ടുന്ന പോലെ പന്ത് തട്ടുക, ഉപദ്രവിക്കുക, ഒറ്റപ്പെടുത്തുക. ഒറ്റ കുറ്റേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മൾ കൈക്കൂലി മേടിക്കുന്നില്ല, അല്ലെങ്കിൽ കുറച്ചൊക്കെ കൈക്കൂലി മേടിക്കുന്ന ആൾക്കാരെ വിമർശിക്കുന്നുണ്ട്, അവർക്ക് കൈക്കൂലി മേടിക്കാൻ പറ്റാത്തൊരു ചില സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മന്ത്രി ഓഫീസ് പോലും ഇടപെട്ടിട്ടുള്ള ഭീഷണികൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതിന്റെയൊക്കെ മുറിവുകൾ ഈ നോവലിൽ വന്നിട്ടുണ്ട്, അത്രേ പറയാം. അതുപോലെ ഇതില് ദിമിത്രിയും കെയും ഒരേ വ്യക്തിയുടെ 2 മുഖങ്ങളാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അത് അവതാരികയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങ് എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുക? അത് പിന്നെ സാഹിത്യ വിമർശകന്മാരൊക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു നോവലിന്റെ സാങ്കേതികമായ അർത്ഥത്തിലാണ് പറയാൻ, ഞാൻ അതിന് അവകാശപ്പെടുന്നില്ല. എന്തായാലും ഈ കെ എന്ന് പറയുന്ന ഒരു ഉദാത്ത നായകനൊന്നുമല്ല അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഹേമ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിന്റെ സാമൂഹ്യ പരിവർത്തനത്തിൽ വളരെ ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഗുണകരമായ കാര്യങ്ങൾ എല്ലാവർക്കും അനുഭവവേദ്യമായിട്ടില്ല. ഗുണങ്ങളൊക്കെ പറ്റിയതിന്റെ വർഗത്തിന്റെ പ്രതീതിയാണ്, വംശത്തിന്റെ
അല്ലെങ്കിൽ സമുദായത്തിന്റെ എന്ന് തന്നെ പറയാം ഒരു പ്രതീതിയാണ് അവിടെ കെ. എല്ലാ നിലയ്ക്കും അയാൾ അതിന്റെ ഗുണഭോക്താവാണ്. അത് ഗുണഭോക്താവാന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പറയരുത്. അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അയാൾക്ക് സർക്കാർ അയാൾക്ക് മറ്റേ കൾച്ചറൽ ഡേയ്സറായിട്ട് ജോലി കൊടുത്തു, അയാൾക്ക് മറ്റേ പദവികൾ കൊടുത്തു എന്നൊക്കെ മറ്റേ ആൾ പറയുന്ന വിമർശനത്തെ മുഖവിലേക്ക് എടുക്കരുത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അയാളൊരു പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് അയാൾ ഒരു പാട്ടക്കുടിയാനായിരുന്നു, അയാളുടെ കുടുംബത്തിലായിരുന്നു. അയാൾക്ക് ഭൂമി കിട്ടി, അയാൾക്ക് നടക്കാനുള്ള വഴി കിട്ടി, അയാളുടെ സമുദായത്തിന് നടക്കാനുള്ള വഴി കിട്ടി, അയാൾക്ക് ഭൂമി കിട്ടി, അയാൾക്ക് ജോലി കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം കിട്ടി. അതിന്റെ ഭാഗമായിട്ട് അയാൾ പഠിച്ചു, അയാൾക്ക് സംവരണം ഉണ്ടായിരുന്നു, ഉന്നതമായ സംവരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒക്കെ കയറി വന്നു. അങ്ങനെ അങ്ങനെ നേട്ടങ്ങൾ നേടിയ ഒരു വർഗത്തിന്റെ പ്രതീതിയാണ് കെ. എന്നാൽ ഈ സമരത്തിലൊക്കെ സജീവമായി പങ്കെടുക്കുക, ഇതിനു വേണ്ടിയുള്ള സമരങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുകയും അതിലൊക്കെ വേണ്ടി കൂടുതൽ മുറിവേൽക്കുകയും ചെയ്തിട്ടും കാര്യമായി ഒന്നും ലഭിക്കാത്ത ഒരു വർഗത്തിന്റെ പ്രതിനിധിയാണ് ദിമിത്രി ഡി. അതാണ് അതിലെ വിഷയം. ആ രീതിയിൽ അതിനെ കാണുന്നു. ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ താഴെ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസിംഗ് ബട്ടൺ പ്രസ് ചെയ്യാം. നമ്മള് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. വളരെയധികം ആഴത്തിൽ പഠിക്കേണ്ട ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യപ്പെടാൻ ബാക്കിയുണ്ട്. എങ്കിലും സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ ചർച്ചയിലേക്ക് പോകാൻ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ഒരുപാട് ഒരു കെ എന്ന ഒരു ആത്മാംശം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ വിരിഞ്ഞു വരുന്ന ഈ ഒരു കഥ നമ്മൾ തുടക്കത്തില് ആദ്യത്തെ 1, 2, 3 ചാപ്റ്ററുകൾ വായിക്കുമ്പോഴൊന്നും നമുക്ക് കഥയെ പറ്റിയിട്ട് കഥാതന്തുവിനെ പറ്റിയിട്ട് ഒരു രൂപവും കിട്ടുന്നില്ല. പക്ഷെ പിന്നീടാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് മീനാക്ഷിയിലേക്കും ദിമിത്രിയിലേക്കും ഒക്കെ വരുന്നത്. അപ്പോ അതിനുശേഷം പിന്നെ പൂർണ്ണമായിട്ടും നമ്മൾ ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി ഈ കഥാപാത്രങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരുപാട് പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടന്നുപോയ വഴികളെല്ലാം ഈ നോവൽ വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിലെ അവസാനം പറയുന്ന ഇതിന്റെ വിമർശനം, സാഹിത്യ വിമർശനം നടത്തിയിട്ട് അതിന്റെ അവസാനം പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ സാഹിത്യത്തിലെ അപരിചിതമായ അനുഭവ ലോകങ്ങളെ നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുകയാണ് ഈ പുസ്തകം ചെയ്യുന്നത്. ലോകത്തിന്റെ വിശാലതയെ പങ്കുവയ്ക്കുന്നു. അന്യരുടെ സുഖവും ദുഃഖവും ചരിത്രവും നമ്മുടെ തന്നെയായി വായനക്കാർ അനുഭവിക്കുകയോ അതിൽ പങ്കുചേരുകയോ ചെയ്യുന്നു. ഇതിന്റെ ആമുഖമായിട്ട് ഇതില് അവതാരികയായിട്ട് വി വിജയകുമാർ എഴുതി വെച്ചിരിക്കുകയാണ്. സാഹിത്യം നമുക്കറിയാത്ത വിദൂരസ്ഥരായ മനുഷ്യരിലേക്ക് വഴികൾ തുറക്കുകയും അവരെ നമ്മുടെ ഭാഗമാക്കുകയും ചെയ്യുന്നു. സാഹിത്യത്തിന്റെ ഒരു ധർമ്മം ഇതാണെങ്കിൽ അശോകന്റെ സാഹിത്യകല സാർത്ഥകമായി നിർവഹിക്കുന്നുണ്ട് ഇക്കാര്യം എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ജിഷ സംസാരിക്കാമോ? ഹലോ ജിഷ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ ഹലോ പറഞ്ഞോളൂ. എന്താണ് ഇത്, കൺക്ലൂഡ് ചെയ്യാണോ വേണ്ടത്? ജിഷ വളരെ ഒതുക്കത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ സാറുമായിട്ട് സംസാരിച്ചു. ജിഷയ്ക്ക് പറയാനുള്ളത് പറയാം, അവസാനിപ്പിക്കാം. നമുക്ക് ഏകദേശം സമയമായി വരുന്നു. ഓക്കെ. അപ്പോ ഇവിടെ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാനൊരു ഉത്തരം ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എഴുത്തുകാരൻ തന്നെ അതിന് മറുപടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിൽ ഇടപെടാതിരുന്നത്. അതിലൊന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ 2 കഥാപാത്രങ്ങൾ ഒരേ മനസ്സിന്റെ 2 വ്യത്യസ്ത, അല്ലെങ്കിൽ ഒരേ വ്യക്തിയുടെ 2 വ്യത്യസ്ത മുഖങ്ങള് അല്ലെങ്കിൽ ആത്മാംശമുള്ള കഥാപാത്രങ്ങളല്ലേ എന്നുള്ള ചോദ്യം യഥാർത്ഥത്തിൽ ഒരു എഴുത്തുകാരൻ ഒരുപക്ഷെ വളരെ കൃത്യമായിട്ട് അത് മറുപടി പറയാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഒരു എഴുത്തുകാരൻ സൃഷ്ടിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളിലും ഒന്നുകിൽ എഴുത്തുകാരന്റെ ആത്മാംശം ഉണ്ടാവും, അതല്ലെങ്കിൽ അദ്ദേഹം പരിചയിച്ച മനുഷ്യരുടെ ചിന്തകൾ കടന്നു വരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള മനുഷ്യരുടെ ഒക്കെ ചിന്തകളിലൂടെ
നോവൽ എന്ന് പറയുന്ന ഒരു സാഹിത്യശാഖക്ക് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയുണ്ട്. നമുക്ക് പല വ്യക്തിത്വങ്ങളിലൂടെ അല്ലെ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ ജീവിതങ്ങളെയും നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കാട്ടൂർക്കടവ് എന്ന് പറയുന്നത് ഒരു വെറും ഒരു നോവൽ എന്നതിനപ്പുറത്ത് കാലത്തെ അടയാളപ്പെടുത്തുന്ന രാഷ്ട്രീയ വളർച്ചയെയും തളർച്ചയെയും അടയാളപ്പെടുത്തുന്ന ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള ചിന്തകളെ അടയാളപ്പെടുത്തുന്ന അതേ സമയത്ത് ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒന്നും അല്ലാതിരുന്ന അല്ലെ മനുഷ്യനായി ജീവിക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത അവകാശങ്ങളിലൂടെ വളർന്നു വരികയും വിദ്യാഭ്യാസം നേടുകയും ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വളരുന്ന ഒരു തലമുറയിലേക്ക് എത്തിയപ്പോഴേക്ക് വീണ്ടും നമ്മളോട് ഒരു വലതുപക്ഷവൽക്കരണത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് കാട്ടൂർക്കടവ് നമ്മുടെ മുന്നിലേക്ക് വരച്ചു വെക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് വലതുപക്ഷം അതിന്റെ ആശയങ്ങളെ പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ചില പോസ്റ്റുകളിലൂടെ അല്ലെ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റുകളിലൂടെയൊക്കെ നമുക്ക് കടന്നുപോയാൽ നമുക്ക് ഈ പറയുന്ന കൃത്യമായ വലതുപക്ഷവൽക്കരണത്തിന്റെ അടയാളപ്പെടുത്തലുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചരിത്രം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് ചരിത്രകാരന്മാരുടെ മാത്രം കടമയല്ല, അത് സാഹിത്യകാരന്മാരുടെ കടമയാണ്, സാഹിത്യ സ്നേഹികളുടെ കടമയാണ്. ചരിത്രത്തെ മറന്നുകൊണ്ടുള്ള ജീവിതം എന്ന് പറയുന്നത് നാശത്തിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഒരു നോവൽ നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. പല രീതിയിൽ വായിക്കാവുന്ന ഈ ഒരു നോവൽ ചർച്ചക്കെടുത്തതിനുള്ള ഒരു സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം ഈ ഒരു നോവൽ പരിചയപ്പെടുത്താൻ വേണ്ടി എന്നെ ഇതിലേക്ക് വിളിച്ചതിനുള്ള ഒരു നന്ദി കൂടി അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അധികാര രാഷ്ട്രീയത്തിൽ നിന്നും അടിത്തട്ടിലുള്ള മനുഷ്യര് ആരൊക്കെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനീതി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. എങ്ങനെയാണ് അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് അടിത്തട്ടിലുള്ളവര് അകറ്റി നിർത്തപ്പെടുന്നത്? മാർക്സും ലെനിനൊക്കെ ഉൾപ്പെട്ട സൈദ്ധാന്തികർ പണ്ടുകാലത്ത് തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അധികാരത്തിന്റെ അപകർഷണം തന്നെയാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. സബാൾട്ടൺ എന്ന് പറയുന്ന ഒരു പദം, അത് പിന്നീട് നമ്മളെ കീഴാള പക്ഷത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ്. അന്റോണിയോ ഗ്രാംഷി ഓർമ്മിക്കാതെ ഈ ഒരു ചർച്ച പൂർണ്ണമാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യഥാർത്ഥത്തില് സാമ്പത്തിക അസമത്വവും ജാതീയ ഉച്ചനീചത്വങ്ങളും എങ്ങനെയാണ് മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് എന്നും അവന്റെ മാനസികവും ശാരീരികവും സാംസ്കാരികവുമായിട്ട് അവൻ എന്തായി തീരുന്നു എന്നുള്ളതും യഥാർത്ഥത്തിൽ ഈ നോവൽ നമ്മളുടെ മുന്നിലേക്ക് തുറന്നു വെക്കുന്നുണ്ട്. ജാതിയും മതവും ജനനം തൊട്ട് മരണം വരെ നമ്മളെ പിന്തുടരുന്ന ഒന്നായി നമ്മുടെ ജാതിയും മതവും ഒക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അത് നമ്മളുടെ വളർച്ചയെ, നമ്മളുടെ വേദനയെ ഒക്കെ സ്വാധീനിച്ചുകൊണ്ടാണ് ജീവിതത്തിലുടനീളം വ്യാപിച്ചു നിൽക്കുന്നത് എന്നുകൂടി ഒരു നോവൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ കൂടി ഈ ഒരു ചർച്ചയിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷം പ്രിയപ്പെട്ടവർക്കൊക്കെ, പ്രദീപ് സാറ്, അതേപോലെ ഹേമ മാഡം, പ്രിയപ്പെട്ട എഴുത്തുകാരൻ അശോകൻ ചിരുവിൽ, എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. വളരെ നന്ദി ജിഷ. അശോകൻ സർ, അങ്ങ് ഇവിടെ ആദ്യം തൊട്ടേ നമ്മളുടെ കൂടെ സന്നിഹിതനായിരുന്നു. ക്ഷമയോടെ നമ്മളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തന്നു. അവതരണം മുഴുവനും തന്നെ കേട്ടു. ഇന്നത്തെ ഈ ഈ പുസ്തകം നമുക്ക് ഈ ഒരു ചർച്ച മാത്രം കൊണ്ട് വായിച്ചു തീർക്കാവുന്നതല്ല. സത്യത്തില് വളരെ ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഇനിയുണ്ട്. മുഴുവനും ചർച്ച ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും വളരെ സാർത്ഥകമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്നിവിടെ നടന്നത്. ഇതിന്റെ അവതരണത്തില് ജിഷ വളരെ കൈയടക്കത്തോടുകൂടി, ഒതുക്കത്തോടുകൂടി ഇതിലെ ഉള്ളടക്കത്തെ നമുക്ക് പരിചയപ്പെടുത്തി. അതുപോലെ അശോകൻ സാറ് ക്ഷമയോടുകൂടി നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഇന്നത്തെ ഈ പരിപാടി സമാപിക്കാൻ സമയമായിരിക്കുകയാണ്. ഇതില് നമ്മളുടെ ലിസണേഴ്സ് ആയിട്ട് എത്തിയ, ശ്രോതാക്കളായിട്ട് എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ സന്നിഹിതനായിരുന്ന ശ്രീ അശോകൻ ചെറുവിൽ സാറിനും ജിഷ സി ചാലിലിനും
പ്രത്യേകം ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ പേരിലും ഡി പ്രദീപ് കുമാർ സാറിന്റെ പേരിലും. സാർ ഇവിടെ ഉടനീളം ഉണ്ടായിരുന്നു. ഇപ്പൊ ഫ്ലൈറ്റിന് സമയമായതുകൊണ്ട് അങ്ങോട്ട് മാറിയിട്ടുള്ളതാണ്. സാറിന് മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ചർച്ചകളിൽ മുഴുവനും അദ്ദേഹം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി കൂടിയും ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. വളരെ നന്ദി സർ.